അങ്ങാടിക്കുന്നിന് മേലെ ചെറുനെല്ലിക്കൊമ്പിൽ ചാരണമുറിവാലൻ അണ്ണന്മാരുടെ കഥ കേൾക്കാൻ വായോ. മുൻകോപക്കാരൻ ഹീറോ ചങ്കൂറ്റക്കാരൻ ഇവനോ കൊട കണ്ടാലിടപെട്ടിട്ടാകെ പൊടിപൂരം. പോരാത്തത് കേൾക്കണം കൂട്ടായൊരു മൂന്നാള് കപ്പും തകിലടി കൊട്ടും കുഴലും അതരികിട കളിക്കിട പടയണി കാണാം. ഇവനാണ് ചേട്ടച്ചാറ് പറയുമ്പോൾ വമ്പം പുലിയ, കാര്യത്തിൽ വന്നിടുമ്പോൾ കുഞ്ഞൻ ചുണ്ടലിയ. ഒരു ചോദ്യം ചോദിച്ചെന്നാൽ പലവാതിരി ഉത്തരമേകും, വഴികാട്ടി വഴികാട്ടി പെരുവഴിയാകിടും. ഒന്നല്ല നൂറായിരം തല പുണ്ണാക്കും കാര്യമുണ്ട്. ഓ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഇവനില്ല പുകിലുണ്ടാക്കുന്നേ. ഇത് പിരിയാതുള്ള ഫ്രണ്ട്ഷിപ്പ്, പലരും കൊതിക്കുന്നൊരു ഫ്രണ്ട്ഷിപ്പ്. ഒരു തുലാസിൽ തൂങ്ങും നാലാളും ഒരു പോലെ. ഇവർക്കുലകം ചുറ്റൽ ക്രൈസാണ്, ബൈക്ക് ഇവർക്കെന്നും ഒരു ബെൻസാണ്. പറക്കുന്നൊരു ലൈഫാണ്. എക്സ്ക്യൂസ് മീ സാറേ, നിങ്ങൾ ക്യാരക്ടർ കണ്ടാലറിയാം. വിടുവായൻ തിരുമണ്ടൻ ഇവനോ ക്ലാസ്മേറ്റാ. ഇനിയുള്ളൊരു ഫ്രണ്ടാണവനോ ഇക്കൂട്ടിൽ മിസ്റ്റർ ക്ലീന, ടിപ്ടോപ്പിൽ ഹൈജീന, ചത്തു സ്റ്റൈൽ വേന. ഉടലിൽ ഇവർ രണ്ടാണേലും ഉയിരിൽ ഇവർ ഒന്നാണല്ലോ. ഇവനാൽ ഒരു വാക്കുണ്ടൽ മറുവാക്കില്ലല്ലോ. ഭ്രമിച്ച പെണ്ണിന്റെ വീട്ടിൽ അവരംഗത്തിന് പടകൂട്ടുന്നേ. ഓ ഇരു കൂട്ടം ചേരുന്ന നേരം ഇനി കല്യാണ പൂരവും കാണാം. മനം പോലുള്ള മംഗല്യം അതിനൊരുക്കുന്നുണ്ട് തന്ത്രങ്ങൾ. ഒരു കടൽ തീരത്തെ ആഘോഷം കൂടാ. ചെറുകടക്കണ്ണിന്റെ കണ്ണാടി അതിൽ മുഖം നോക്കുന്നതാരാണ്? മറുചിരിച്ചേലുള്ള കില്ലാടി. ഫെബ്രുവരി 12. നാളെ ഞങ്ങൾ കൂട്ടുകാരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഞങ്ങളുടെ ചന്ദ്രുവിൻ്റെ കല്യാണം. ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ ആ ചടങ്ങ് നാളെ ഞങ്ങളുടെ ശ്രമഫലമായി നടക്കാൻ പോവുക. സംഭവം ഒരു വിപ്ലവലേന, ഒരു പുലിവാലി പിടിച്ച കല്യാണം. എന്റെ ജെസ്സി, നീ രാവിലെ തന്നെ തുടങ്ങല്ലേ. ഞാൻ നിന്റെ ഫോൺ മനഃപൂർവ്വം എടുക്കാത്തതല്ല. നിനക്കറിയാമല്ലോ, ചന്ദ്രുവിൻ്റെ കല്യാണക്കാരൻ പെട്ടെന്നല്ലേ ശരിയായത്. അവൻ്റെ റിസപ്ഷൻ, മറ്റന്നാൾ മാരേജ്, എല്ലാം കൂടി നോക്കാൻ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സല്ലേ ഉള്ളൂ. അതെ, നീ ഒന്ന് മനസ്സിലാക്ക്. നടന്ന പ്രശ്നങ്ങളൊക്കെ നിനക്കറിയാമല്ലോ. എത്ര പാടുപെട്ടിട്ട് ഈ രണ്ട് വീട്ടിൽ സമ്മതിപ്പിച്ചത്. ചായ എണീക്ക്, ഇൻവിറ്റേഷൻ ഒരുപാട് കൊടുക്കാനുണ്ട്. പട്ടേ, കുറെ നാളായാലോ പ്രേമം തുടങ്ങിയിട്ട്. വല്ല നടക്കുവോ? എവിടെ മണി, ചായ കൊണ്ടുവന്നിരിക്കുന്നത് എടുത്ത് മോന്ത് വിളിക്കടോ. നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ. പിന്നെ ചന്ദ്രു, നിന്റെ അമ്മ ഫോൺ ചെയ്യുന്നു. എന്നെ വിളിക്കണേ. മോനെ, നീ ഇത് എവിടെയാ? അപ്പച്ചന്റെ വീട്ടിലാ. നീ വേഗം ഒന്ന് വീട്ടിലേക്ക് വാ. ഇവിടെ ബന്ധുക്കാരൊക്കെ വന്നിട്ടുണ്ട്. ബാക്കി ഇൻവിറ്റേഷനൊക്കെ അഡ്രസ് എഴുതി അപ്പച്ചന് കൊടുക്ക. നീ ഫോൺ തന്നെ. ദേ, അച്ഛൻ എന്തോ സംസാരിക്കണം. ഓ അമ്മ വേണ്ട. നീ ആ സീതയ്ക്ക് ഫോൺ കൊടുത്തേ. അച്ഛാ, അവനിത്തിരി ബിസിയാ. ഞാൻ മണിക്ക് കൊടുക്കാം.
ഒരു മിനിറ്റ് അച്ഛാ. മണി ദേ ഫോൺ. ഒന്ന് ഉറങ്ങാൻ പോലും സമ്മതിക്കില്ലടാ ദ്രോഹി. ആരടാ? എൻ്റെ അച്ഛനാ. ഹലോ അങ്കിൾ. അതെ, അവനോട് പറഞ്ഞിട്ട് കാര്യമില്ലാത്തോണ്ടാ നിന്നോട് പറയുന്നത്. നീ അവനെയും കൂട്ടി നേരെ വേണുവിന്റെ ബാർബർ ഷോപ്പിലേക്ക് ചെല്ലേ. അവിടെ ഹെയർ കട്ടിങ്ങിനും ഫേഷ്യലിനുള്ള കാശ് ഞാൻ കൊടുത്തേപ്പിച്ചിട്ടുണ്ട്. നാളെ റിസപ്ഷനാണെന്ന് ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ടെങ്കിൽ. ആ പിന്നെ തിരിച്ചു വരുമ്പോ നീയും ചന്ദ്രനും കൂടി ഓട്ടോയിൽ വന്നാൽ മതി. ബൈക്ക് പരിപാടി വേണ്ട. ഓക്കെ? പിടി. അച്ഛൻ എന്താടാ പറഞ്ഞേ? നിന്റെ അച്ഛന്റെ സ്ഥിരം മിലിറ്ററി ഓർഡർ തന്നെ. ഇവനെ ഒന്ന് വൃത്തിയാക്കി വീട്ടിലെത്തിക്കാൻ. അല്ലെങ്കിൽ ഈ മോന്തയിൽ എന്തുണ്ട് വൃത്തിയാക്കാൻ? എടാ ചന്ദ്രു, എന്താ നിന്റെ മുഖത്തൊരു ടെൻഷൻ? ഒന്നുമില്ല പച്ച. കുറച്ചു കാലം കൊണ്ട് എന്തൊക്കെയാ സംഭവിച്ചത്? പ്രേമം, കല്യാണം, വർക്ക് പ്രോബ്ലം, അതിനിടയിൽ ബൈക്ക് മോഷണം. ലൈഫേ അപ്സൈഡ് ഡൗൺ ആയതുപോലെ. നീ വർക്ക് പ്രോബ്ലത്തിനെ പറ്റി ഒന്നും പറയൊന്നും വേണ്ട. നിന്റെ ബോസുമായിട്ടുള്ള ഇഷ്യൂ ഒക്കെ ഞാൻ ശരിയാക്കി തന്നില്ലേ? എന്താണ് ഒരു നല്ല കാര്യം നടക്കാൻ പോകുമ്പോ നീ ഇങ്ങനെ ഇരിക്കുന്നേ? നിന്റെ മോൻ കണ്ട കല്യാണപ്പതിന്റെ ഒരു ലക്ഷണവും ഇല്ല. നീ നാളെ ഇതുപോലെ റിസപ്ഷനിൽ നിന്നാണ്ടല്ലോ. എടാ എൻ്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിലേ നിനക്ക് മനസ്സിലാവായിരുന്നു. നീ ടെൻഷൻ ആകാതെ. ഒരു കല്യാണം ആവുമ്പോ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഈ കല്യാണം എങ്ങനെയെങ്കിലും തീർന്നാ മതിയായിരുന്നു. ആ എന്താടാ മാച്ച്? അവന്റെ മോറിനെ കണ്ടാ തന്നെ അറിഞ്ഞൂടെ പൊട്ടി പാളിഷായിന്ന് അല്ലടാ? എന്ന് ചെറിയാതെ പൊടാ വിട്ട്. അപ്പച്ചാ നമുക്ക് ക്രിക്കറ്റ് കളിച്ചാലോ? എടാ മണ്ട, ക്രിക്കറ്റ് ഒന്നും കളിച്ചിടക്കാൻ സമയമില്ല. നീ ഒരു കാര്യം ചെയ്യ്, നീ അവനെയും കൊണ്ട് അവരുടെ അപ്പം പറഞ്ഞ സെലൂണിലേക്ക് പോ. എനിക്ക് സീതയ്ക്കും ബാക്കിയുള്ള ഇൻവിറ്റേഷൻ കൊടുക്കാൻ പോണം. അപ്പച്ചാ ഇവന്റെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ക്രിക്കറ്റും പരിപാടി ഒന്നും നടക്കില്ല. പ്ലീസ് അപ്പച്ചാ. എടാ ചന്ദ്രു, എനിക്ക് വേണ്ടി പ്ലീസ് ഡാ. ഞാൻ റെഡിയാ. എടാ ചന്ദ്രു, നാളെ നിന്റെ റിസപ്ഷനാ. ഹാ, അതൊന്നും കുഴപ്പമില്ലടാ. എനിക്കൊന്ന് റിലാക്സ് ചെയ്യണം. കളിച്ചാലോ? വാ വാ അപ്പച്ചാ. എണീക്കടാ ഇത്. വാന്നേ. അതെ, ടോസ് ശരിയായില്ല, റീടോസ് വേണം. അപ്പച്ചാ ഇതൊക്കെ പഴയ നമ്പർ. ഹെഡ്സ് ആണ് വീണത്, നമ്മൾ ജയിച്ച് നമുക്ക് ബാറ്റിംഗ് അല്ലടാ? ശരി, പക്ഷെ നീയൊക്കെ ശരിക്കും ആണെങ്കിൽ ഞങ്ങൾക്ക് ബാറ്റിംഗ് താ. ശരി ചെയ്തു. പക്ഷേ ആര് ജയിക്കുമെന്ന് നമുക്ക് കാണാം. ആരാ? പിന്നെ വൈഡ് എറിയാടാ സീതെ. അപ്പച്ചാ സ്കോർ എത്രയായി? 30. കള്ളം, പച്ചക്കള്ളം. 24. എന്നാ 28. എന്നാ പിന്നെ നേരത്തെ പറഞ്ഞാ പോരെ? അത് ഞാൻ വൈഡും കൂടെ ചേർത്താ പറഞ്ഞത്. ചന്ദ്രു, ഇനി നീ സ്കോർ കൂട്ടിയാ മതി കേട്ടാ. ഓക്കെടാ. ഇതാണ് ക്രീസ്, നോക്ക്. അതെ സാർ, വർക്കിലാണ്. ഡിസ്ട്രിബ്യൂഷൻ ഓപ്പൺ ആയി. ഡെലിവറി ഏകദേശം കഴിയാറായി. ഉടനെ ചെയ്യും. മണി മണി ബോളാണ് ബോളാണ്. ഇവിടെ ബോളാണ് ബോളാണ് ബോളൻ. വേഗം വേഗം വേഗം. താങ്ക്സ്. ഓ കളിക്കുന്ന കളിക്കാം. അപ്പച്ചാ അപ്പച്ചാ ഇയാളും കൂടെ കളിക്കാൻ. രണ്ട് ടീമിന്റെ കോമൺ ജോക്കർ ജോക്കർ. വേണ്ട വേണ്ട, നിങ്ങൾ വെച്ചോ. ഈ സ്കോർ അടിക്കാൻ ഇനി 2-3 പേര് വേണ്ടി വരും നിങ്ങൾക്ക്. നീ ആരാ മരമട്ടിയുടെ മാന? ചുമ്മാ വെട്ടാതെ. Catcher, catcher, catcher! Yeah!
പരിപാടിയാണ് ഊള്. അപ്പൊ ചെല്ല പറഞ്ഞ ബുക്ക് ചെയ്തിരിക്കാൻ. കണ്ട 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 എന്തൊക്കെയായിരുന്നു. ഗാർഡ് വെച്ചിട്ടുണ്ടോ? ഇപ്പോ വെച്ചില്ലെങ്കിൽ പിന്നെ വയ്ക്കേണ്ടി വരില്ല കേട്ടാ. നിന്നെ കൊണ്ടൊരു ഒറ്റ ബോൾ ഓടിക്കില്ലടാ. നോക്കിയോ കളി. കമോൺ മണി, കിട്ടുക സാറില്ല. മര്യാദ ബാറ്റ് ചെയ്യും. ഭയങ്കര ബാറ്റ്. എന്തോ നാളെ അവിടെ നിന്ന് കാണിക്കുന്നത്. ഇതെന്താണ് കാവടിയാട്ടാ? ക്രിക്കറ്റ് കളിക്കണം പറഞ്ഞ് വിളിച്ചോണ്ട് വന്നതല്ലേ? ഒരു ബന്ധത്തോട് യൂസ്ലെസ്, നാണം കെട്ടവൻ. കളി ഇഡിയറ്റ്. എടാ ഒരു ഈസി ക്യാച്ച് അല്ലേ അത്? ഇനി അവിടെ കിടന്ന് ഉറയിക്കോ ഇഡിയറ്റ്. ചന്ദ്രു, 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 എന്തെങ്കിലും പറ്റിയോ? എന്തെങ്കിലും പറ്റിയോ? നീ ഓക്കെ ആണോ? കുഴപ്പമില്ലടാ. മാറിപ്പോയി. ഒരു ക്യാച്ച് മിസ് ചെയ്തതിന് ഇത്ര ഫീലിങ്സ് ആണെങ്കിൽ ഇപ്പൊ പെണ്ണിട്ട് എന്ത് ചെയ്യാൻ പോണോ എന്തോ. ഇവന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഭയങ്കര ഓർമ്മയാ, എല്ലാം ഓർത്തു വയ്ക്കും. എന്നിട്ട് മനസ്സിലിട്ട് ആലോചിച്ച് തല പുണ്ണാക്കും. എടാ ലൈഫിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതെല്ലാം അപ്പം മറക്കണ്ടേ? എടാ മണി, ഇനി ഇവൻ എന്താണാവോ? അതൊന്നും കുഴപ്പമില്ലടാ, കുറച്ച് ഞാൻ താനെ ശരിയായിക്കോളും. എന്താടാ അപ്പച്ചാ ഇവന് എന്തു പറ്റി? എന്തു പറ്റി?
നീ പറ. ക്രിക്കറ്റ് കളിക്കാൻ പോയി. നീ അല്ലേ അടിച്ചത്? ഓ ബോൾ മുകളിലോട്ട് പോയി. പിന്നെ മുകളിലോട്ട് പോയത് ക്യാച്ച് എടുക്കാൻ ഞാൻ പിന്നിലേക്ക് പോയി. മിസ്സായില്ലേ? കാല് സ്ലിപ്പായി താഴെ വീണല്ലേ? ഓക്കെ 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 ഓക്കെ. ഇവിടെ കൊണ്ടുപോകണം. എവിടെയാണ്? മിഡിൽ ആപ്പിളം കേട്ട. ഇവിടെ അടികൊണ്ട ആ ഷോക്കിൽ ടെമ്പററി മെമ്മറി ലോസ് ഉണ്ടാവും. എന്താ അവന്? അതൊന്നും കുഴപ്പമില്ല പച്ച, കുറച്ച് ഞാൻ താനെ ശരിയായിക്കോളും. ഇവൻ ഗ്രൗണ്ടിൽ നിന്ന് ഇവിടം വരെ പിന്നെയും പിന്നെ ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെയും പറയുന്നോ? എന്തു പറ്റി? ക്രിക്കറ്റ് കളിക്കാൻ പോയി. നീയല്ലേ അടിച്ചത്? ബോൾ മുകളിലോട്ട് പോയി. ക്യാച്ച് എടുക്കാൻ ഞാൻ പിന്നിലേക്ക് പോയി. മിസ്സായില്ലേ? കാല് സ്ലിപ്പായി താഴെ വീണല്ലേ? ഓക്കെ 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 ഓക്കെ. ഇവിടെ കൊണ്ടുപോകണം. ഇവിടെയാണ് മിഡിൽ ആപ്പിളാങ്കട്ടം. ഇവിടെ അടികൊണ്ട ആ ഷോക്കിൽ ടെമ്പററി മെമ്മറി ലോസ് ഉണ്ടാവും. നിർത്ത്. അതൊന്നും കുഴപ്പമില്ല അപ്പച്ച, കുറച്ച് കഴിഞ്ഞാൽ താനെ ശരിയായിക്കോളും. ചന്ദ്രു കളിക്കല്ലേ? അപ്പച്ച, നമുക്ക് വീട്ടിൽ പോയിട്ട് സംസാരിക്കാം. എന്റെ ബൈക്ക് ഇവിടെ? നിന്റെ ബൈക്കല്ലേ കാണാതെ പോയത്? കാണാതായിരുന്നോ? എപ്പോ? 4-5 ദിവസമാടാ. 4-5 ദിവസമായിരുന്നോ? പിന്നെ നിങ്ങളൊക്കെ എന്താ എൻ്റെ അടുത്ത് പറയാത്തെ? അപ്പച്ച പെട്ടെന്ന് എന്ത് പറ്റി അവന്? എടാ അവൻ വെറുതെ അഭിനയിക്കുക. നീ അവനെയും കൂട്ടി സലൂണിൽ പോയിട്ട് വീട്ടിലേക്ക് വാ. ഞാനും മണിയും കൂടെ പോയിട്ട് ഇൻവിറ്റേഷൻ ബാക്കി കൊടുത്തിട്ട് വരാം. സലൂൺ എവിടെയാ? അത് അവനറിയാം, നിങ്ങൾ വിട്ടോ. മാറാ. അവന്റെ കുഞ്ഞമ്മയുടെ മോള് മേളിലോട്ട് പോയി. എന്ത് പറ്റി? എന്റെ ബൈക്ക് ഇവിടെ പോയി. ഇത് കുറച്ച് ഓവറാ. സ്വന്തം ബൈക്ക് കാണാതായതുപോലും അവന് ഓർമ്മയില്ലെന്ന്. എടാ നിനക്കറിയില്ല അവന്. അവനിങ്ങനെ എത്ര പ്രാവശ്യം പണി തന്നിട്ടുള്ളതാ. എനിക്ക് മാത്രമല്ല, എന്റെ ഓഫീസിലുള്ള പലർക്കും കൊടുത്തിട്ടുണ്ട് അവൻ. ഭയങ്കര ആക്ടറാന്ന് അവന്റെ വിചാരം. ഹലോ, ആ സീതേ പറടാ. അവന്റെ അടുത്ത് ചുമ്മാ കളിക്കലെന്ന് പറയടാ. അപ്പച്ച വണ്ടി നിർത്ത്. എന്താണ്? വണ്ടി നിർത്തുന്നു. അപ്പച്ച അവന്റെ ബാർബർ ഷോപ്പിലേക്കുള്ള വഴി അറിയില്ലെന്ന്. എന്ത്? അതുകൊണ്ട് അവന്റെ സ്വന്തം കല്യാണത്തെ കുറിച്ച് പോലും ഓർമ്മയില്ലെന്ന്. നീ ഒരു കാര്യം ചെയ്യും, പെട്ടെന്ന് തന്നെ അവനെ കൊണ്ട് വീട്ടിലേക്ക് വരാൻ പറ. നമുക്ക് അവിടെ പോയി സംസാരിക്കാം. എന്റെ ബൈക്ക് എവിടെയാ? എടാ, നിന്റെ ബൈക്കല്ലേ കാണാതെ പോയത്? കാണാതായിരുന്നോ? എപ്പോ? എന്റെ ഫേവറേറ്റ് ബൈക്ക് അല്ലേ അത്? എടാ, അത് കാണാതെ പോയിട്ട് 4-5 ദിവസമായി. 4-5 ദിവസമായിരുന്നോ? പിന്നെ നിങ്ങൾ എന്റെ അടുത്ത് പറയാത്തെ? ടാടാ മതിയാക്ക്. ഇവരോട് നിർത്താൻ പറഞ്ഞേ. നമുക്ക് അകത്തേക്ക് പോവാം. പിന്നെ അകത്തേക്ക് പോയിട്ട് ആരും മിണ്ടരുത്, പ്രത്യേകിച്ച് നീ. ചന്ദ്രു വാ. വാ. എന്തു പറ്റി? പിന്നെയും എടാ ഇതൊക്കെ ഇവന്റെ നമ്പറാ. നിങ്ങക്ക് ഓർമ്മയില്ലേ കഴിഞ്ഞ വിഷുവിന് ഒരാഴ്ചയോളം ഇവനെന്നെ വട്ടാക്കിയത്, വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ. എനിക്കിവനെ നിങ്ങളെക്കാൾ മുമ്പേ അറിയാം.
ഇതൊന്നുമല്ല. എന്തോ പ്രശ്നമുണ്ട്. അവന് നീ, ഞാൻ, അപ്പച്ചൻ എല്ലാരും ഓർമ്മയുണ്ട്. ബൈക്ക് മോഷണം പോയത്, നാളത്തെ റിസപ്ഷൻ, കല്യാണം, ഇതൊന്നും ഓർമ്മയില്ല. മിസ്സായില്ലേ? കാല് സ്ലിപ്പായി താഴെ വീണല്ലേ? എവിടെയാണ് ഇപ്പൊ നടക്കുന്ന ഒന്നും ഒരു 5 മിനിറ്റ് കൂടുതൽ അവന് ഓർമ്മയില്ല. മിഡിൽ ഒബ്ലാങ്കട്ട. അവൻ പറയുന്നത് അപ്പൊ തന്നെ അവൻ മറന്നു പോകും. ഷോക്കിൽ ടെമ്പററി മെമ്മറി ലോസ് ഉണ്ടാവും. അതൊന്നും കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞാൽ താന് ശരിയായിക്കോളും. ഒന്ന് മാറടാ. സച്ചിൻ എപ്പോഴാ എന്റെ പൊന്നു സച്ചിനെ 100ാമത്തെ സെഞ്ചുറി അടിക്കുന്നത്? എടാ സച്ചിൻ 100 സെഞ്ചുറിക്ക് അടിച്ചടാ. എപ്പോ? സ്ഥിതേ, ഇനിയിപ്പോ ഇവന് നിധി ഓർമ്മ കാണുമോ? നീ എന്തിനാ ഓഫ് ചെയ്ത്? നീ ഇതൊന്ന് നോക്കിയേ. ആർ ചന്ദ്രശേഖർ. അളിയ ചെറുക്കൻ എന്റെ പേരാണല്ലോ. ഫ്രെഡ്സ് നിധി പട്ടേൽ. പക്ഷെ പെണ്ണ് ഏതൊരു ഹിന്ദിക്കാരിയാണെന്ന് തോന്നുന്നു. ആരുടെ കല്യാണാടാ? എന്താ പാപ്പ? മോനെ ബൂസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടടാ. വേണ്ട. അയ്യോ മോനെ തണുത്തു പോകൂടാ. ഓ, ഞാൻ പറഞ്ഞല്ലേ, ഞാൻ അങ്ങോട്ട് വരാം. എടാ ഇപ്പൊ നീ ഇത് കുടിച്ചില്ലെങ്കിൽ അമ്മൂമ്മ എന്നെ വഴക്ക് പറയൂടാ. വരാം വരാം. മിണ്ടരുത്. നീയും. അപ്പാപ്പനെ അറിയാലോ, പുള്ളി എങ്ങനെ ഇത് അറിഞ്ഞ നാളെ TV വരും. ഏത് ചാനലില്? ചൂടാറുന്നതിന് മുമ്പ് കുടിച്ചോ. അപ്പം ചെല്ലേ. കൊട. എന്താടാ അത്? ബൂസ്റ്റ്? എനിക്ക് ബൂസ്റ്റ് വേണ്ട അപ്പച്ച, എനിക്ക് വെള്ളം മതി അപ്പച്ച. എന്തു പറ്റി? ബോള് മുകളിലോട്ട് പോയി, ക്യാച്ചെടുക്കാൻ ഞാൻ പിന്നിലേക്ക് പോയി. മിസ്സായില്ലേ? കാല് അപ്പച്ചാ, എനിക്ക് ടോയ്ലറ്റ് വരെ ഒന്ന് പോണം. എന്തിന്? ടോയ്ലറ്റിൽ ഇപ്പൊ എന്തിനാ ആൾക്കാർ പോകുന്നേ? വാ, പുറത്തോട്ട് പോയിട്ട് റൈറ്റ്, പിന്നെ റൈറ്റ്. അതിനെന്തിനാ സീരിയസ് ആവുന്നത്? ഞാനും കൊണ്ട് ഇവിടെ പോയിട്ട് വരാം. എന്തിന്? എനിക്ക് മുട്ടിക്കൂടെ? വാ. അപ്പച്ച പോകുന്നില്ലേ? ഞാൻ പോയി. വാ. എനിക്ക് അപ്പച്ചൻ പറയുന്ന ശരിയെന്ന് തോന്നുന്നു. ചന്ദ്രു കുടിക്കടാ. ബൂസ്റ്റാടാ. എനിക്ക് വെള്ളം മതി. ഇപ്പോഴല്ലടാ നീ വെള്ളം കുടിച്ച്. വെള്ളം കുടിച്ചെന്നോ? എപ്പോ? അപ്പച്ച ടോയ്ലറ്റ് എവിടെയാ?
എടാ മൈലാജി, ഇപ്പോഴല്ലേ നീ ടോയ്ലറ്റിൽ പോയത്? ഞാൻ ടോയ്ലറ്റിൽ പോയിരുന്നു. എപ്പോ? എന്താ ചെയ്ത്? എടാ നീ എങ്കിലും കുറച്ച് വെള്ളം താടാ. ചന്ദ്രു, നീ കളിക്കല്ലേ, എന്റെ ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്. ഇതെന്തെങ്ങനെ ചൂടാവുന്നേ? ഞാൻ വെള്ളല്ലേ ചോദിച്ചോളൂ. മതി മതി, കുറച്ച് നേരം ഞങ്ങൾ സഹിക്കുന്നു. ഹാ, ഈ അപ്പച്ചൻ എന്ത് പറ്റി? എനിക്ക് ആ ടോയ്ലറ്റ് ഒന്ന് കാണിച്ചെന്നേ. നിർത്തേണ്ട വേഷം കെട്ട്. വിട്, നമുക്കിതിന് ഡോക്ടറെ കാണിക്കാം. എടാ ഇവനൊരു പ്രശ്നമില്ല, വെറുതെ. ജനറൽ ഹോസ്പിറ്റലിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നമുക്ക് അവനെ വിളിച്ചൊന്ന് ചോദിക്കാം. പക്ഷെ ഇതൊക്കെ ഇവന്റെ നമ്പർ ആണെന്നെങ്ങാനും പിന്നെ ഞാൻ അറിഞ്ഞ എന്റെ സ്വഭാവം അറിയും. എന്റെ ബൈക്ക് എവിടെയാ? നീ കയറ്, ഞാൻ കാണിച്ചു തരാം. എടാ, എനിക്ക് ഇവനോട് സംസാരിക്കാനുണ്ട്, നിങ്ങൾ പുറകെ വാ. എന്തു പറ്റി? പറയാം. അവരെങ്ങോട്ടാ പോയത്? അറിയത്തില്ല, ചന്ദ്രനോട് ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ടെന്ന് അപ്പച്ചൻ പറഞ്ഞു. എന്നോട് പുറകെ ചെല്ലാൻ പറഞ്ഞു. അപ്പച്ചൻ അവന്റെ കള്ളക്കളിയൊക്കെ ഇപ്പൊ പൊളിക്കും. അപ്പച്ചനോട് അവന്റെ കളി. എനിക്ക് തോന്നുന്നത് ശരിക്കും അവൻ എന്തോ പ്രശ്നമുണ്ടെന്നാ. ഇവിടെ നിർത്ത്. ചേട്ടാ ചായ. അവിടെ ചേച്ചി ഇനി ഇയാളൊരുള്ളിയും പോയാ? സംഗതി ഭയങ്കര സീരിയസ് ആടാ. അവൻ അവിടം തൊട്ട് ഇവിടം വരെയും ശ്വാസം പോലും വിടാതെ പറഞ്ഞത് തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞോണ്ടിരിക്കോളാ. അതും അതേ ടൈമിങ്ങിൽ തന്നെ. ഞാനും അതിന് കൊച്ചുകുട്ടികൾക്ക് മറുപടി കൊടുക്കുന്ന പോലെ വീണ്ടും വീണ്ടും പറഞ്ഞിട്ടൊന്നും അവന്റെ തലയിൽ കീറുന്നില്ല. അതെ, തീർച്ചയായിട്ടും ഇത് അഭിനയമല്ല. ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ആർക്കും അഭിനയിക്കാൻ പറ്റില്ല. ഇതല്ലേ ഞാൻ അന്നേരം മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്, നിങ്ങളല്ലേ വിശ്വസിക്കാഞ്ഞത്? എടാ, എനിക്കിപ്പോ പേടിയാവുന്നടാ. സംതിങ് ഇസ് സീരിയസ്ലി റോങ്. നിധിയ, എന്ത് ചെയ്യണം? തൽക്കാലം നീ ഡോക്ടറെ കാണുന്നവരെ ഒരു ഫോണും അറ്റൻഡ് ചെയ്യണ്ട. മണി, നീ അവന്റെ അപ്പനെ ഒന്ന് വിളിക്ക്. ഇൻവിറ്റേഷൻ കൊടുത്തോണ്ടിരിക്കുക. ചോദിച്ചാൽ ലേറ്റ് ആവും. കൊല്ലത്തെ കോട്ടത്തെ എവിടെയെങ്കിലും ആണെന്ന് പറ. അയ്യോ, എനിക്കങ്ങനെ വിളിക്കാൻ പേടിയാ. വേണടാ, ഞാൻ വിളിക്കാം. എന്നിട്ട് പറയാം അവന്റെ റിലേ പോയത് നീ കാരണമെന്ന്. ഞാൻ കാരണോ? പിന്നല്ലോട്, നിന്നോട് ആരാടാ പറഞ്ഞ ആ പന്തങ്ങനെ അടിക്കാൻ? നിർത്ത്, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ചന്ദ്രു, ക്യാച്ചെടുക്കാൻ ഞാൻ പിന്നിലേക്ക് പോയി. എടാ, നീ അവനെ കൊണ്ട് വാടാ പ്ലീസ്. അതൊന്നും കുഴപ്പമില്ലടാ, കുറച്ച് കഴിഞ്ഞാ താനെ ശരിയായിക്കോളും. മണിയല്ലേ അടിച്ചത്? ആള് മുള്ളോട്ട് പോയി. കാല് സ്ലിപ്പായി താഴെ വീണല്ലേ? പിന്നിലേക്ക് പോയി. കുഴപ്പമൊന്നുമില്ല, എക്സ്റേ ഞാൻ നോക്കി. 2 ദിവസം കൂടെ കിടന്നിട്ട് പോയാൽ മതി. പൊയ്ക്കോളൂ. ഗുഡ് ഈവനിങ് സർ. പറയൂ. തലയിടിച്ച് താഴെ വീണു. 4 പേരുവോ? അല്ല, ഇവൻ മാത്രം. ഇരിക്കൂ. ഇരിക്കൂ. തലയില് മുറിവൊന്നുമില്ല. എന്താ പേര്? ചന്ദ്രു. എങ്ങനെയാ വീണത്? ചോദിച്ചത് കേട്ടില്ലേ? ഇയാൾ എങ്ങനെയാ വീണെന്ന്? സാർ, ആക്ച്വലി ഞങ്ങളെ ഈ ഡിഗ്രിയൊക്കെ പാസ്സായിട്ട് നല്ലൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ്. ഞങ്ങൾ ഭയങ്കര ബിസിയായ കാരണം അങ്ങനെ കളിക്കാനൊന്നും സമയം കിട്ടാറില്ലേ.
അപ്പൊ ഇന്ന് രാവിലെ കുറച്ച് ഫ്രീ ടൈം കിട്ടി. അപ്പോ ഒരു എക്സസൈസിന് വേണ്ടിയിട്ട് ക്രിക്കറ്റ് കളിക്കാന്ന് വിചാരിച്ചു. എൻ്റെ വീടിന്റെ അടുത്തുള്ള ഗ്രൗണ്ടില്ലേ. പിന്നെ എന്തു പറ്റിയെന്ന് വെച്ചാ മാച്ച് അങ്ങ് സീരിയസ് ആയി. ഒരു ക്രൂഷ്യൽ സ്റ്റേജിൽ എന്റെ ബോള് ദൈവൻ ആവശ്യമില്ലാണ്ട് മേളിലേക്ക് അടിച്ചു നോക്കി. ആ പന്ത് പിടിക്കാൻ പോയപ്പോഴാ ദൈവൻ താഴെ വീണ് തലയിടിച്ചത്. ക്രിക്കറ്റ് കളിച്ച് താഴെ വീണു, അത്രയല്ലേ ഉള്ളൂ. അതിനാണ് സാർ, അതിനുശേഷം ഇവനൊന്നും ഓർമ്മയില്ല. പറഞ്ഞത് തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞോണ്ടിരിക്കുക. ചെവിന്ന് രക്തമല്ല വന്നോ? ഇല്ല ഡോക്ടർ. ഛർദിച്ചോ? ഇല്ല. തലകറക്കമുണ്ടോ? ഇല്ല. ക്രിക്കറ്റ് കളിക്കാൻ പോയി, ഇയാൾ അടിച്ചു, ബോള് മേളിലേക്ക് പോയി. എന്നിട്ട് ക്യാച്ച് എടുക്കാൻ പിന്നിലേക്ക് പോയപ്പോ ഇയാള് കാല് സ്ലിപ്പായി താഴെ വീണു. തലയുടെ ഇവിടെ അടിച്ചു. ഇവിടെയാണ് മെഡുല ഒബ്ലോങ്കാറ്റ. ഇവിടെ അടി കൊണ്ടാൽ ആ ഷോക്കിൽ ടെമ്പററി മെമ്മറി ലോസ് ഉണ്ടാകും. മനസ്സിലായോ? ഇതൊരു പ്രശ്നമല്ല, കുറച്ച് കഴിയുമ്പോ താനേ ശരിയായിക്കൊള്ളും. സർ, ഇത് തന്നെ ഇവനും പറയണേ. ഇയാളത് പറയുന്നുണ്ടോ? വെരി ഗുഡ്, വെരി ഗുഡ്, ബ്രില്യന്റ്, സ്മാർട്ട് ബോയ്. പ്രശ്നമേ അത് തന്നെയാ ഡോക്ടർ. ഇവ ഇത് തന്നെയാ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യെസ്, ദിസ് ഇസ് നോർമൽ. അയാൾ എന്തെങ്കിലും പറയും, പിന്നെ അത് മറന്നു പോവും, പിന്നെ വീണ്ടും പറയും, പിന്നെ വീണ്ടും മറന്നു പോവും, പിന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നത്തിങ് ടു വറി. ദിസ് ഇസ് എ കേസ് ഓഫ് ടെമ്പററി മെമ്മറി ലോസ്. ഡോക്ടർ, ഇതെപ്പോ ശരിയാവും? സീരിയസ് ആയിട്ടുള്ള സിംറ്റംസ് ഒന്നുമില്ല. എനിവേ, നിങ്ങൾ പോയിട്ട് ഒരു CT സ്കാൻ എടുക്കുക. അത് കണ്ടിട്ട് എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ. ചന്ദ്രു എവിടെടാ? സ്കാനിങ്ങിന് വേണ്ടി ഡ്രസ് ചേഞ്ച് ചെയ്തോണ്ടിരിക്കുക. ഓ, നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാനൊന്ന് ATM വരെ പോയിട്ട് വരാം. ഇത് ചന്ദ്രന്റെ ഫോണിൽ നിധി വിളിക്കുന്നു. വേണ്ടോടാ, ഇപ്പൊ അറ്റൻഡ് ചെയ്യണ്ട. സ്കാൻ റിപ്പോർട്ട് വരട്ടെ. അപ്പച്ചാ, ആശുപത്രി ഫ്രണ്ടിൽ ഇരുന്നാണോ സിഗരറ്റ് വലിക്കുന്നത്? ഇയാൾക്ക് ഇത്രയ്ക്ക് വിവരമില്ലേ? എന്താ അപ്പച്ച ഇവിടെ വന്ന് നിൽക്കുന്നേ? അപ്പച്ച, ഈ തല സ്കാൻ ചെയ്താൽ എക്സാക്ട്ലി എന്തൊക്കെ മനസ്സിലാവും? അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതെന്താ പറയാ അപ്പച്ച? ശരി, പറയാം. മനുഷ്യ ശരീരത്തിൽ എവിടെ സ്കാൻ ചെയ്താലും എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. ചന്ദ്രുവിന്റെ തലയിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. സ്കാനിങ്ങിൽ കുറച്ച് മെഡിക്കൽ വിഷയങ്ങളുണ്ട്, അത് ഡോക്ടേഴ്സിന് മാത്രമേ പറയാൻ കഴിയൂ. ബട്ട് അവർക്കൊന്നും മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്, പേഷ്യന്റ് ഹിസ്റ്ററി. നമ്മുടെ ചന്ദ്രു, അവനെ പറ്റി നമുക്ക് നന്നായിട്ട് അറിയാം. ചന്ദ്രു കുറച്ചു കാലമായിട്ട് മൈൽഡ് ഡിപ്രഷനിലാണ്. അത് കുറെ നാളായി കൂടുതൽ വഷളായി. അതിന്റെ കൂടെ മനശല്യം, മനോവിഷമം, മനപ്രയാസം, ഇതെല്ലാം കൂടി അവന്റെ മനസ്സിലിരുന്ന് ഞെരുങ്ങി 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 പൊട്ടിത്തെറിച്ച് പുറത്തിറങ്ങാൻ കാത്തിരിക്കുമായിരുന്നു. ഇറ്റ് വാസ് വെയിറ്റിംഗ് ഫോർ എ ബ്രേക്കിംഗ് പോയിന്റ്. ആ ബ്രേക്കിംഗ് പോയിന്റിലാണ് നീ അടിച്ച ഷോട്ട്. അതവനൊരു ഷോക്കായിട്ട് അവന്റെ ഉള്ളിലുള്ള അപ്രഷൻ, ഡിപ്രഷൻ, സപ്രഷൻ, ആങ്സൈറ്റി, ഫോബിയ, ഡിസോർഡർ, കഷ്ടം, നഷ്ടം, മോക്ഷം എല്ലാം പൊട്ടിത്തെറിച്ചു. എങ്ങോട്ടാ? പോകാറായിട്ടില്ല, ഇനിയുണ്ട്. ഇതവന്റെ ചരിത്രം മാത്രം. ഇനിയുണ്ട് വേറെ പ്രശ്നങ്ങൾ. ചന്ദ്രു പറയുന്ന പോലെ മെഡുല ഒബ്ലോങ്കാറ്റയിൽ അടികൊണ്ടത് മാത്രം കാരണമാവണമെന്നില്ല. അതായത് നമ്മുടെ ബ്രെയിനിൽ സെറിബ്രം, സെറിബലം, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, കോർപ്പസ് കൊലോസം, ഗ്രേ മാറ്റർ, വൈറ്റ് മാറ്റർ, പിന്നെ അതിന് ചുറ്റുള്ള വേറെ ചില മാറ്റർ, ഇതിൽ ഏതിൽ അടി കിട്ടിയാലും മതി. എന്ത്? അല്ല, സീത വരുന്നുണ്ടാവും. വരണമല്ലോ. പിന്നെ നമ്മുടെ തലച്ചോറിനെ നെർവ്സും കെമിക്കൽസും ആണ് കൺട്രോൾ ചെയ്യുന്നത്. അടി കൊണ്ടതുകൊണ്ട് ഈ കെമിക്കൽസ് ചെറുതായിട്ടൊന്ന് കുഴഞ്ഞു പോയാലും ആ കുഴഞ്ഞ കെമിക്കൽസ് റീസെറ്റായി ക്ലിയർ ആവാൻ കുറച്ച് സമയമെടുക്കും. നിനക്ക് ഞാൻ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലേ?
നിനക്ക് മനസ്സിലാവുന്ന പോലെ പറയുവാണെങ്കിൽ തമിഴിലൊരു പടം ഉണ്ടല്ലോ, സേതു. അതിലെ ഹീറോ വിക്രമിന്റെ തല ക്ലൈമാക്സ് സീനിൽ ഒരു വലിയ പാറയിലിടിക്കുന്ന രംഗം. അതിനുവേണ്ടി ചില ഗ്രാഫിക് വർക്കൊക്കെ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. തലമണ്ട പൊട്ടി തലച്ചോറൊക്കെ വെളിച്ചാടി രക്തം കട്ട പിടിച്ച് മൂക്കിന്ന് വായിന്നൊക്കെ ബ്ലീഡ് ചെയ്തു. എനിക്കെന്തോ ഡോക്ടർ പറഞ്ഞ ഭേദം തോന്നുന്നു. ഇതല്ലടാ പോത്തെ. പച്ച മലയാളത്തിൽ ഞാൻ ആദ്യം പറഞ്ഞത് നിനക്കൊന്നും മനസ്സിലാവില്ലെന്ന്. എന്നാലും മിണ്ടാണ്ടിരിക്കല്ലേ. ഓരോന്നും ചോദിച്ചുകൊണ്ട് വന്നോളൂ. ശാപം. എടാ, നീ എവിടെ പോയാലും എന്നെ കൂടെ കൊണ്ടുപോകണം. ഇയാളുടെ കൂടെ വിട്ടിട്ട് പോലെ. ഇതിലേതാ മിഡിലോ അപ്പള? ഇതാണ് മിഡിൽ ഓബ്ലാങ്ക്. ഇതാരുടെ സ്കാനർ? എവറിത്തിങ് ഇസ് നോർമൽ. ഇന്നൊരു ദിവസം അയാള് ഇവിടെ കിടക്കട്ടെ. ആരെങ്കിലും ഒരാൾ കൂടെ ഇരുന്നാ മതി. പേടിക്കാനൊന്നുമില്ല. എപ്പോ വേണമെങ്കിലും ശരിയാകും. അപ്പൊ ഇന്ന് തന്നെ പോകാൻ പറ്റില്ലേ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഒരു ഹെഡ് ഇഞ്ചുറി കേസ് രജിസ്റ്റർ ചെയ്താൽ മിനിമം 24 hours ഒബ്സർവേഷനിൽ ഇരിക്കണം. നാളെ എന്തെങ്കിലും ഇയാൾക്ക് സംഭവിച്ചാൽ നിങ്ങൾ എന്നെ പറയൂലേ? ആ ദാ കണ്ടോ. അതുകൊണ്ട് ഇന്ന് ഇയാൾ ഇവിടെ അഡ്മിറ്റ് ആവട്ടെ. അയ്യോ, നാളെ അവന്റെ നാളെ അവന്റെ ഒന്നുമില്ല സാർ. ഇയാളുടെ വീട്ടിലറിയിച്ചു കാണുമല്ലോ അല്ലേ? ഇല്ലേ സാർ പറഞ്ഞാൽ അവര് പേടിക്കില്ലേ? അതുകൊണ്ട് വീട്ടിലറിയിക്കേണ്ടെന്നാണോ? ഇൻ കേസ് നാളെ അയാൾ നോർമൽ ആയില്ലെങ്കിൽ നഴ്സ് നിങ്ങള് നേരെ പോയിട്ട് അയാളുടെ വീട്ടിൽ ഇൻഫോം ചെയ്യുക. ആ പേഷ്യന്റിന് 7ാം നമ്പർ വാർഡിൽ അഡ്മിറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്താൽ മതി. ആ നിങ്ങൾക്ക് പോകാം. അവന്റെ വീട്ടിൽ ഈ കാര്യം പറഞ്ഞാലോ അപ്പച്ചാ? പോടാ, പോത്ത് പോലെ വളർന്നു കഴുത. ഈ പ്രായത്തിൽ ക്രിക്കറ്റ് കളിച്ച് താഴെ വിടുന്നു പറയണം. അതല്ല അപ്പച്ചാ, വേറെ എന്തെങ്കിലും കാര്യം പറയാലോ. കല്യാണ ആവശ്യമായിട്ട് പോയപ്പോ ബൈക്കിൽ നിന്ന് കൊണ്ടെന്ന് പറയാലോ. അപ്പച്ചാ, അവന്റെ വീട്ടിൽ ഈ കാര്യം ഇപ്പൊ അറിയണ്ടെന്നാ ഞാൻ പറയുന്നത്. ചന്ദ്രുന്റെ അമ്മയെ പറ്റി എനിക്കറിയാം. അവർ ഈ കാര്യമൊക്കെ അറിഞ്ഞാൽ ഒരുപാട് വിഷമിക്കും. പിന്നെ നിധിയുടെ വീട്ടിൽ ഇക്കാര്യം അറിഞ്ഞ അതോടെ എല്ലാം കുഴയും. അതെ, ഇപ്പൊ അവന്റെ വീട്ടിലറിയിച്ചിട്ട് ഒരു കാര്യമില്ല. അവര് വന്നാലും ഇവിടെ ഇതൊക്കെ തന്നെയാണല്ലോ അവസ്ഥ. പിന്നെ ഡോക്ടർ പറഞ്ഞില്ലേ നാളെ നേരം വെളുക്കുമ്പോഴത്തേക്ക് എല്ലാം ശരിയാകുമെന്ന്. ആരോടും പറയണ്ട, ഇത് നമുക്ക് തന്നെ ഡീൽ ചെയ്യാം. നിധിക്ക് ചന്ദ്രുവിന്റെ മൊബൈലിൽ നിന്ന് അവൻ അയക്കുന്ന രീതിയിൽ ഒരു SMS അയക്കാം. അത് നല്ല ഐഡിയ. സിസ്റ്റർ, സിസ്റ്റർ, അമ്മച്ചി, ആ സിസ്റ്റർ ഒന്ന് വിളിക്കാവോ? മോളെ മോളെ ആ പേഷ്യന്റ് താണ്ട വിളിക്കുന്നു. ഇപ്പൊ വരാ സാർ. എടി പ്ലീസ് ഡി, നീ ഒന്ന് ചെല്ലടി. പോടി, ഞാൻ എത്ര തവണ പോയതാ, എന്നെ കൊണ്ടുപോയ. സിസ്റ്റർ, സിസ്റ്റർ, എക്സ്ക്യൂസ് മീ, ഞാൻ വിളിക്കാം. സിസ്റ്റർ, ഇങ്ങനെയാണോ ഒരു പേഷ്യന്റിനെ നെഗ്ലക്ട് ചെയ്യുന്നത്? ഞാനിത് റിപ്പോർട്ട് ചെയ്യും. ഈ ജോലി ചെയ്യാൻ കുറച്ച് ക്ഷമയൊക്കെ വേണം. സാർ, അയാള് പറയുന്നതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. എന്ത് മനസ്സിലാവുന്നില്ല? അയാൾ മലയാളമല്ലേ പറയുന്നത്? അതെ സർ, പക്ഷേ അയാൾ പറഞ്ഞ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. 10ാം ക്ലാസ്സും ഗുസ്തിയുമായി നഴ്സിങ്ങിന് പോയാൽ ഇങ്ങനെ ഇരിക്കും. ഐ വിൽ അറ്റൻഡ് ഹിം. ഹായ് ഡോക്ടർ. ഹലോ. യെസ്, ടെൽ മീ. എന്തു പറ്റി? എന്തു പറ്റാൻ? യു ടെൽ മീ. ക്രിക്കറ്റ് കളിച്ചു? ഞാനും കളിക്കുമായിരുന്നു. ഇപ്പൊ ടൈം കിട്ടാറില്ല. മണിയല്ലേ അടിച്ചത്? മണി അടിച്ചെന്നോ? എവിടെ? ബോൾ മുകളിലോട്ട് പോയി, ക്യാച്ച് എടുക്കാൻ ഞാൻ പിന്നിലേക്ക് പോയി. ഓക്കെ. എടാ, ചന്ദ്രയുടെ അച്ഛനോട് സംസാരിച്ചിട്ടുണ്ട്. എന്ത് പറഞ്ഞു? ഒരു രക്ഷയില്ല. ഞങ്ങളുടെ MD ഒടുക്കുന്ന തെറിവിളി.
അപ്പോ ഓക്കെ. നീ നിധിക്ക് SMS അയച്ചോ? ആ ട്രിപ്പിൾ വല്ലതും വന്നാ ഒന്ന് പൊടിയിടാ. പറയൂ സാർ. സാർ ഞങ്ങൾ ഈ ദേ ഇവിടെ ക്യാൻറ്റീൻ എടുത്തുണ്ട്. ഓക്കെ സാർ, ഞങ്ങളോട് വരാം. ഓക്കെ സാർ. ആ ആരാ? എടാ നമ്മുടെ മദൻ സാറല്ലേ, HR മാനേജർ, നമ്മളെ ഡോക്ടർ ഹരിദാസുമായിട്ട് പരിചയപ്പെടുത്തിയേ. പുള്ളി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന്. ബാക്കിലെ പാർക്കിങ്ങില് പുള്ളി വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന്. നിങ്ങൾ എന്തിനാ ഇപ്പൊ അയാളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? എടാ നീ ATM നിന്ന് കാശെടുക്കാൻ വേണ്ടി പോയില്ലേ, അപ്പൊ പുള്ളിക്കാരൻ എന്നെ വിളിച്ചിരുന്നു. എന്നിട്ട് ഫ്രണ്ടിന് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എല്ലാം പറഞ്ഞു. ആ നേരത്ത് ഞാൻ എവിടെയായിരുന്നു? ഓ ഇപ്പൊ അതാണല്ലോ അത്യാവശ്യം. എന്താ അപ്പച്ച, ആരെ അറിയിക്കണ്ടെന്നല്ലേ നമ്മൾ തീരുമാനിച്ചിരുന്നത്. എടാ ആ സമയത്ത് ഒരു ടെൻഷൻ കൊണ്ട് ഞാൻ പേടിക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മദൻ സാറിന്റെ ഒക്കെ ചന്ദ്രനൊന്നും പറഞ്ഞിട്ടില്ല, ഒരു ഡീറ്റെയിൽസും കൊടുത്തിട്ടില്ല. മദർ പ്രോമിസ്. എന്തോ നാടേത് ബോധമൊന്നുമില്ല നിനക്കൊന്നും. എടാ നാളെ കല്യാണം കഴിക്കാൻ പോണോ ചെറുക്കൻ, അവനെ കൊണ്ടാ നീയൊക്കെ ക്രിക്കറ്റ് കളിക്കാൻ പോയിരിക്കണേ. അത് സാറേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമ്മൾ വിചാരിച്ചില്ലല്ലോ. എന്തോന്ന് വിചാരിച്ചില്ലെന്ന്? എത്ര വയസ്സാണ് നിനക്കൊക്കെ? ഇപ്പോഴും കൊച്ചു പിള്ളേരെന്നാണ് വിചാരം. എടാ നിന്റെയൊക്കെ പ്രായത്തിലുണ്ടല്ല എനിക്ക് കല്യാണം കഴിഞ്ഞ് 2 പിള്ളേരുമായി. അവിടെ എന്താ ഇപ്പോഴത്തെ അവസ്ഥ? ശരിയാവുന്നു പറഞ്ഞു. ആര് പറഞ്ഞു? ഡോക്ടർ പറഞ്ഞു. എന്താ പറഞ്ഞേ? അത് തലയടിച്ച് താഴെ വീണത് കൊണ്ടുണ്ടായ ടെമ്പററി മെമ്മറി ലോസ് എന്ന് പറഞ്ഞു. പിന്നെ നാളെ നേരം വിളിക്കുമ്പോഴത്തേക്കും എല്ലാം ശരിയാവുമെന്നും പറഞ്ഞു. ഓ മെഡു മുതല അല്ല മടല മൃദുല, അതെൻ്റെ പഴയ ചരക്കിൻ്റെ പേര്. മഡോണ, മെഡുലോപ്പളം കേട്ടാ, അവിടെയാണ് അടിയുണ്ട്. അവിടെ ആയിരിക്കും. ഇത് പറയാനാണ് ഇത്രയും കഷ്ടപ്പെട്ട്. ഐ ആം ഡാം ഷുവർ. എൻ്റെ ഒരു പഴയ ഫ്രണ്ടായിരുന്നു, പേര് പ്രകാശ്. നല്ല മനുഷ്യൻ. അവൻ്റെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഈ സെക്കൻഡ് ഷോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ നമ്മളോട് പറഞ്ഞു ഇരുട്ടത്തൊരു പട്ടി പെട്ടെന്ന് കുറുക്കച്ചാടി ടപ്പയെന്നൊരു വീഴ്ച, തല വന്ന് റോഡിലൊരു അടി. ഇവിടെ ഈ സ്ഥലത്താണ് പേരൊന്നും മെഡലാവളാങ്കട്ട. ആ കത്ത തന്നെ. അവിടെ അടിയണതിന് ശേഷം ഇവന് ഓർമ്മയില്ല, ഒരു മെമ്മറി. നല്ലൊരു പെണ്ണുപിള്ള. എന്നിട്ട് ഓർമ്മ തിരിച്ചു കിട്ടിയ സാർ? എപ്പോഴാ സംഭവിച്ചത്? അത് ഏതാണ്ടൊരു 10-15 വർഷം. 15 വർഷം? പിന്നെ 14 വയസ്സുള്ളൂ എൻ്റെ ഇളയ മോൻ. എനിക്കറിഞ്ഞൂടെ? ഇതുവരെ ശരിയല്ലേ? എടാ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ക്രിക്കറ്റ് കളിയല്ല, എന്തും എപ്പോഴും എങ്ങനെയാ സംഭവിക്കും. സോ ബി കെയർഫുൾ. നിങ്ങൾക്ക് എന്ത് അഡ്വൈസ് വേണമെങ്കിലും എന്നെ വിളിച്ചാൽ ഓക്കെ. കുറച്ച് നാളായി പ്രകാശിന്റെ വീട്ടിലൊന്ന് പോയിട്ട്. എന്തിനാ ഇപ്പൊ അങ്ങേര് ഇങ്ങോട്ട് വന്നേ? നമ്മളെ പേടിപ്പിക്കാനോ? നല്ല ഒന്നും അയാളുടെ വായിൽ വരില്ലേ? അങ്ങേരും അങ്ങേരുടെ എടാ അയാൾ വെള്ളം അടിച്ചിട്ട് ഓരോന്നും പറഞ്ഞതാ, നീ സീരിയസ് ആയിട്ട് എടുക്കാതെ. അല്ലടാ, മദൻ സാർ പറഞ്ഞു ശരിയാ. അയാൾക്ക്, ആ പ്രകാശന് ഇതുവരെ ഓർമ്മ വന്നിട്ടില്ല. നമ്മളിനി എന്താ ചെയ്യാ? അവന്റെ അമ്മയോട്, നിധിയോട് ഞാൻ എന്താടാ പറയാ? പാവമാണ് അവൻ. എല്ലാം ശരിയാവൂടാ. ശരിയാവില്ലേ അപ്പച്ച? നമ്മൾ എന്ത് തെറ്റാ ചെയ്ത്? ക്രിക്കറ്റ് അല്ലേ കളിച്ചോളൂ. അളിയ അവന് ഒരു കുഴപ്പമില്ലടാ, ഡോക്ടർ പറഞ്ഞില്ലേ. നാളെ രാവിലെ ആകുമ്പം എല്ലാം ശരിയാവും. നീ ധൈര്യമായിട്ടിരിക്കെ. അവന്റെ കല്യാണം ഉറപ്പായിട്ട് നടക്കും. നമ്മുടെ ചന്ദ്രുവിന് ഒന്നും സംഭവിക്കില്ല. നമ്മളെന്താ ഹോസ്പിറ്റല്? ആരെ കാണാനാ? നമ്മളിങ്ങനെ ഇവിടെ ഇരുന്ന് അവൻ സംസാരിച്ചോണ്ടിരിക്കും. അവൻ നല്ലപോലെ ഒന്ന് ഉറങ്ങട്ടെ. അവനിപ്പോ റെസ്റ്റാണ് ആവശ്യം. എന്നാ നിങ്ങൾ പോയിട്ട് വാ, ഞാൻ അവിടെ ഇരിക്കാം. വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. കല്യാണ ജോലികളെല്ലാം പെൻഡിങ് അല്ലേ. പക്ഷെ ഒരു കാര്യം, നാളെ രാവിലെ നേരത്തെ എത്തണം. അവൻ വല്ലതും ചോദിച്ചാ എനിക്കൊന്നും പറയാറിഞ്ഞൂടാ. പിന്നെ അവൻ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഓർമ്മ വന്നാൽ അപ്പൊ തന്നെ ഞങ്ങളെ അറിയിക്കണം. ശരി, രാവിലെ തന്നെ വരണേ. നീയല്ലടിച്ചത്? എടാ നീ ഇങ്ങനെ എപ്പോഴും പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കാതെ. ആ ലൈറ്റ് ഓഫ് ആയി, ബാ കിടക്കാം. ഇവിടെ അടികൊണ്ട
ആ ഷോക്കിൽ ടെമ്പററി മെമ്മറി ലോസ് ഉണ്ടാവും. എടാ ഇനി മിസ് ആവില്ല. അതൊന്നും കുഴപ്പമില്ല. ഒന്ന് കിടക്കടേ. ഇത് തരൂ മാമ പ്ലീസ്. താങ്ക്സ്. പോയി കാറ്റെടുക്കാൻ ഞാൻ പിന്നിലേക്ക് പോയി. എവിടെ നിന്നാണ് മിസ്സായില്ലേ? എന്താടാ നീ അല്ല അടിച്ചത്? എടാ ഞാൻ തന്നെ അടിച്ചത്. ഞാൻ ഇനി അടിക്കില്ലടേ. ഒന്ന് പോയി കടാ. ദൈവത്തെ ഓർത്ത് ഒന്ന് ഉറങ്ങണേ. കാറ്റെടുക്കാൻ ഞാൻ പിന്നിലേക്ക് പോയി. മണി, മണി, നീ എങ്ങോട്ടാ പോകുന്നത്? എട്ട് മണിയായി. ഈ അപ്പച്ചന് സീത എവിടെ പോയി കിടക്കുന്നുവെന്തോ? അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് വിളിച്ച ഇയാളെ കിട്ടില്ല. ഫോൺ എടുക്കണം. ഇന്ന് നേരം വെളുക്കുമ്പോഴേക്കും എല്ലാം ശരിയാവുന്നില്ല ഡോക്ടർ പറഞ്ഞത്. സാധാരണഗതിയിൽ ശരിയാകേണ്ടതാണ്. സംടൈംസ് ഇറ്റ് മൈറ്റ് ടേക്ക് എ ലിറ്റിൽ ലോങ്. ഇറ്റ് ക്യാൻ ബി ഇൻ ദ ആഫ്റ്റർനൂൺ. ഡോക്ടർ, അവനെ ഇപ്പൊ ഡിസ്ചാർജ് ചെയ്യണം. എന്താ? അവനെ ഇപ്പൊ ഡിസ്ചാർജ് ചെയ്യണം ഡോക്ടർ. നിങ്ങൾ പറയുന്ന സമയത്തൊന്നും അങ്ങനെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റൂല. എന്താ? ഒരു ആക്സിഡന്റ് കേസ്. ഡോക്ടർ ഒന്ന് വേഗം വരണം. ശരി, വരാം. ചെല്ല്. അതെ, ഹോസ്പിറ്റൽ റൂൾസ് പ്രകാരം എമർജൻസിയിൽ അഡ്മിറ്റ് ചെയ്ത ഒരു പേഷ്യന്റിനെ ചീഫ് ഡോക്ടർ വന്ന് കാണാതെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല. എന്നാലേ ഞങ്ങൾക്ക് ഡിസ്ചാർജ് സമ്മറി പോലും എഴുതാൻ പറ്റൂ. മാത്രമല്ല അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് 10 മണിക്ക് തുറക്കും. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്തേ പറ്റൂ. മനസ്സിലായോ? ചന്ദ്രുവിന്റെ കല്യാണം നടക്കും. അതെ, ഇന്ന് വൈകുന്നേരം അവന്റെ റിസപ്ഷന് നടക്കും. എങ്ങനെയാണെന്നും എനിക്കറിയില്ല, പക്ഷെ നടക്കും. അവൻ ഓർമ്മ തിരിച്ചു കിട്ടിയാലും ഇല്ലെങ്കിലും അവന്റെ കല്യാണം നടക്കും. ഇപ്പൊ തന്നെ അവനെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു കടത്തണം. അതും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ പുറത്ത് കടത്തണം. അവൻ എപ്പോ ഓർമ്മ തിരിച്ചു കിട്ടിയാലും, അത് എത്ര വർഷം കഴിഞ്ഞിട്ടായാലും, അവന്റെ ജീവിതത്തിലെ സന്തോഷങ്ങളൊന്നും അവന് നഷ്ടപ്പെടാൻ പാടില്ല. അവൻ ആഗ്രഹിച്ചതൊക്കെ അവൻ നേടിയിരിക്കണം.
നമ്മുടെ ചന്ദ്രന് വേണ്ടി നമ്മൾ ഇത്രയൊക്കെ ചെയ്തേ പറ്റൂ. പക്ഷെ നമ്മൾ അവനെ ഇവിടുന്ന് വീട്ടിൽ കൊണ്ടുപോയിട്ട് അവസാനം അവന്റെ വീട്ടുകാർക്കെല്ലാം മനസ്സിലായ ഈ വിവരം നമ്മളായിട്ട് അറിയിച്ചാലും ഇനി അവരായിട്ട് കണ്ടുപിടിച്ചാലും കല്യാണം മുടങ്ങും. ഡോക്ടർ എന്താ പറഞ്ഞത്? അവൻ എപ്പോ വേണമെങ്കിലും ഓർമ്മ തിരിച്ച് കിട്ടാമെന്നല്ലേ? ഇനിയിപ്പോ കല്യാണത്തിന് മുമ്പ് തന്നെ അവന് ഓർമ്മ തിരിച്ച് കിട്ടിയാലോ? ആരും അറിയാതെ തന്നെ പ്രശ്നം തീരില്ലേ? അതുകൊണ്ട് ലെറ്റ് us take a chance. പക്ഷെ അപ്പച്ച അവനെ നമ്മൾ ഇവിടുന്ന് എങ്ങനെ കൊണ്ടുപോകും? ചന്ദ്രു, ഞാൻ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നീ ശ്രദ്ധിച്ചു കേൾക്കണം. ഇന്നലെ വൈകുന്നേരം നമ്മളെല്ലാവരും കൂടി എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കാൻ പോയി. കളിക്കിടയിൽ ഒരു മണ്ടൻ ദേ മണി ഞാൻ അറിഞ്ഞൊരു പന്ത് അനാവശ്യമായി അടിച്ചു പൊക്കി. ആ ക്യാച്ച് എടുക്കാൻ വേണ്ടി പുറകോട്ടോടിയ നിന്റെ കാല് സ്ലിപ്പായി നീ തലയടിച്ച് താഴെ വീണു. ആ ഷോക്കിൽ ഏതാണ്ട് 1 വർഷക്കാലമായി നടന്ന എല്ലാ സംഭവങ്ങളും നീ മറന്നു. ഈ 1 വർഷത്തിനിടയിലാണ് നീ നിധി എന്ന് പറഞ്ഞ പെൺകുട്ടിയെ പരിചയപ്പെടുന്നതും നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാവുന്നതും. പിന്നെ നിങ്ങളുടെ പ്രണയം അതിവേഗം വളർന്നു. കെട്ടിയാൽ അവളെ കെട്ടുള്ളൂ നീ വാശി പിടിച്ചു. ആദ്യം എതിർത്തത് നിധിയുടെ വീട്ടുകാരാ. പിന്നെ പല പ്രശ്നങ്ങൾക്കൊടുവിൽ വിവാഹത്തിന് അവർ സമ്മതിച്ചു. ഇന്ന് വൈകിട്ടാണ് നിങ്ങളുടെ റിസപ്ഷൻ. ഇന്നലെ വൈകുന്നേരം മുതൽ നിധി നിന്റെ ഫോണിൽ വിളിച്ചോണ്ടേയിരിക്കുക. എത്ര വിളിച്ചിട്ടും കിട്ടുന്നില്ല. മൊത്തം 47 മിസ്ഡ് കോൾസ്. നീ ഇപ്പൊ തന്നെ നിധിയെ വിളിച്ച് സംസാരിക്കണം. പിന്നെ ഒരു പ്രധാന കാര്യം, നിനക്ക് അവളെ ഓർമ്മയില്ലെന്ന് ഒരു കാരണവശാലും അവൾ അറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞതെല്ലാം നിനക്ക് ഓർമ്മയുണ്ടല്ലോ? ഒന്നും മറക്കരുത്. ബി കെയർഫുൾ. ബി കെയർഫുൾ. സീതേ, നിധിയെ വിളിക്ക. നിങ്ങളാരാ? അപ്പച്ചനാടാ. അപ്പച്ചനാ? ആരുടെ അപ്പച്ചൻ? എടാ, നിനക്കെന്നെ ഓർമ്മയില്ലേ? എടാ, നീ കുറച്ചായിട്ട് എല്ലാം മറക്കുവാണല്ലോടാ. എടാ ചന്ദ്രു, 4-5 വർഷമായിട്ട് നമ്മൾ ഒരേ ഓഫീസിലൂടെ വർക്ക് ചെയ്യുന്നത്. ഓഫീസിലോ? നിങ്ങൾ ഏത് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്? എങ്ങനെ 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 ഞാനൊരു പെണ്ണിനെ പ്രേമിച്ചെന്നല്ലേ? കെട്ടുവാണെങ്കിൽ അവളെ കെട്ടുന്നു ഞാൻ വാശി പിടിച്ചെന്നല്ലേ? ഇന്ന് റിസപ്ഷൻ, നാളെ കല്യാണം. എന്തുവാടേ എന്റെ അടുത്താ? ഒന്ന് പോയപ്പച്ച പൊട്ടനപ്പച്ച. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. ഇന്ന് റിസപ്ഷൻ, നാളെ കല്യാണം. ഇനി ഒന്നേ. ഇവനോട് ഇങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവനെ അവന്റെ റൂട്ടിൽ കൊണ്ടുപോയി സംസാരിപ്പിക്കണം. എങ്ങനെ? ഇവിടെ നിൽക്ക്. എടാ, ഒരു പേഴ്സണൽ കാര്യം പറയാനുണ്ട്. ഇപ്പൊ ഒരു പെണ്ണിനെ ഞാൻ ഫോൺ ചെയ്ത് തരാം. അവളുടെ പേര് നിധി. അവളെന്നെ കുറച്ച് നാളായിട്ട് വട്ടാക്കുക. തിരിച്ച് അവക്കിട്ടൊരു പണി കൊടുക്കണം. നീ അവളെ ഫോൺ ചെയ്തിട്ട് ചക്കരെ മോളെ മോളാ നീ മുഴുവൻ കേക്ക്. മോളെ സോറിടാ, നൈറ്റ് മുഴുവൻ നിന്നോട് സംസാരിക്കാനേ പറ്റിയില്ല. ഇയർ എൻഡിങ് ഓടിച്ച് നടക്കുന്നോണ്ട് തിരക്കായിരുന്നു. അതിന്റെ കൂടെ ബോസിന്റെ ടോർച്ചർ. ഒന്ന് വിളിക്കാൻ പോലും പറ്റിയില്ല. ഞാൻ SMS അയച്ചത് കിട്ടിയില്ലേ? എപ്പോ? എടാ, ആ പെണ്ണിന്. ഓ, ആ പെണ്ണിന്? ആ പെണ്ണിന്. ജോലി കഴിഞ്ഞ് ഇപ്പോഴാണ് എണീറ്റത്. നല്ല ടയേർഡാണ്. ഞാൻ വീട്ടിൽ ചെന്നിട്ട് വിളിക്കാം. ഓക്കെ മോളെ? ഇത് ഇങ്ങനെ തന്നെ അവളോട് പറയണം. അല്ല, ഈ പ്രേമിക്കുമ്പോ മോളെ ചക്കര എന്നൊക്കെ വിളിക്കോ? എടാ, ഇവനിങ്ങനെയല്ലേ അവളോട് സംസാരിക്കണേ? അത് അവളെ പ്രേമിക്കുന്നവനല്ലേ വിളിക്കണ്ടേ? എടാ, ഞാൻ എന്തിനാ വിളിക്കണേ? അതിലാ കാര്യം. നീ സംസാരിക്കുമ്പോ നിനക്ക് അവളോട് ഭയങ്കര പ്രേമാണെന്ന് തോന്നണം. തിരിച്ചിങ്ങോട്ടൊന്നും പറയാൻ സമ്മതിക്കരുത്. മനസ്സിലായോ? അവളെ അങ്ങനെ വിട്ടാ പറ്റില്ല. രാത്രിയും പകലും നോക്കാതെ ഏത് നേരം ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നോ? നീ എന്നെ അടുത്ത് പറയാത്ത വിളിയാടാളെ? ഞാൻ ഡയൽ ചെയ്തിട്ട് തരാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ നീ സംസാരിക്കണം. കറക്റ്റായിട്ട്, റിയൽ ആയിട്ട്. അതൊക്കെ ഞാൻ സംസാരിച്ചോളാം. നീ ഫോൺ ഫോൺ എടുക്കടി. ഏതൊരു പെണ്ണ് സംസാരിക്കുന്നത്? അപ്പച്ചാ, എടാ, നിങ്ങൾ സംസാരിക്കും.
ഞാനെന്ത് സംസാരിക്കും? എന്തെങ്കിലും സംസാരിക്കും. നിങ്ങളല്ലേ ഓഫീസ് വർക്ക് ചെയ്യുന്നത്, സംസാരിക്കും. ഞാൻ ഹലോ നിധി. അപ്പച്ചന അത് അവൻ ഒരു ലാൻഡ് ലൈനിൽ സംസാരിച്ചോണ്ടിരിക്കുക. അപ്പൊ അതാ ഞാൻ ഫോൺ എടുത്തത്. അല്ലല്ല, പിന്നെ സുഖല്ലേ? ഓ ആ പെണ്ണിന് പരമസുഖം. ഡോ ചായ എനിക്ക് വേണ്ട. ചന്ദ്രു സാറിനോട് ചായ കൊടുക്ക്. പറഞ്ഞ കേട്ടില്ലേ, കൊടുക്കണോ? ചന്ദ്രുവിന് രാത്രി കൂടെ ഹെവി വർക്കായിരുന്നു. ഞാൻ കിടന്നുറങ്ങി. പറഞ്ഞല്ലേ അവൻ SMS അയച്ചിരുന്നല്ലേ? ഓ ചോദിച്ചിരുന്നോ? അത് ശരി. ഓ അതിനൊന്നും ടെൻഷൻ വേണ്ട. ഞാൻ അവന്റെ വർക്ക് കഴിഞ്ഞ ഉടനെ അങ്ങ് എത്തിച്ചോളാം. പിന്നെ ഒരു മിനിറ്റ്. ഗുഡ് മോർണിംഗ് സർ. യെസ് സർ. ഓ സർ. ഇല്ല സർ. അയ്യോ സർ. സർ എന്തായി പറയണേ? ഞങ്ങൾ ഇന്ന് രാവിലെ 4 മണി വരെ വർക്ക് ചെയ്തു. അതെ സർ. സർ ബാത്റൂമിൽ പോലും പോയിട്ടില്ല സർ. അക്കൗണ്ട്സ് ഒക്കെ ക്ലിയർ ആണ്. സാറിന്റെ ഒരു തമാശ. ആ സർ. ഓ സർ. താങ്ക് യു സർ. ശരി സർ. സർ പിന്നെ ചന്ദ്രുവിന്റെ കല്യാണത്തിന് നേരത്തെ എത്തില്ലേ? ഓക്കെ സർ, ഞാൻ അവിടെ കാണും സർ. താങ്ക് യു സർ. ഹലോ നിധി. നമ്മുടെ MD ഇപ്പൊ വന്നതേ. 1 മണി വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ പോയിട്ട് ഇപ്പോഴാണ് തിരിച്ചു വന്നതേ. അവളിപ്പോ ലൈനിലുണ്ട്. ഫോൺ തരട്ടെ? നിധി ചന്ദ്രുവിന് കൊടുക്കാം. ചന്ദ്രു, നിധി. അവളാ സംസാരിക്കും. ഹായ് മോളെ. നൈറ്റ് ഫുള്ള് വർക്കായിരുന്നു, അതാ വിളിക്കാത്ത. സോറിടാ. ഇപ്പോഴൊന്ന് എഴുന്നേറ്റ്. ഭയങ്കര ടയേർഡ്. ഞാൻ വീട്ടിൽ ചെന്നിട്ട് വിളിക്കാവേ. ശരിടാ, ബൈഡാ. അതെ, നമ്മൾ എത്രയും പെട്ടെന്ന് ഇവനോട് നടക്കണം. അപ്പച്ച നിങ്ങൾ പേഷ്യന്റിനെ കൊണ്ട് എങ്ങോട്ടാ പോകുന്നേ? ഡോക്ടർ, ഡോക്ടർ. ഹലോ. ഹലോ. ഹായ്. ഞാൻ വിളിക്കാൻ ജെസി, നീ വെക്ക്. എല്ലാരും ഡള്ളായിരിക്കണല്ല. എന്തു പറ്റി? എന്തു പറ്റി? അത് തന്നെ ഞാനും ചോദിച്ചു. എന്തു പറ്റി? ക്രിക്കറ്റ് കളിക്കാൻ പോയി. ഓ, ക്രിക്കറ്റ് കളിച്ചതാണോ? ഞാനും കളിക്കുമായിരുന്നു മുമ്പൊക്കെ. ഇപ്പൊ ഇവിടെ നിന്നാ നേരം. രാവിലെ എണീച്ചാ ഒന്ന് കട തുറക്കണം, ഇരുട്ടണവരെ ഇവിടെ തന്നെ. ആകെ കിട്ടുന്ന ഒരു ചൊവ്വാഴ്ച. അന്നാണെങ്കിൽ 2 അടിച്ചിട്ട് കിടന്നുറങ്ങാനല്ലേ നോക്കൂ. മണിയല്ലേ അടിച്ചത്? ഉള്ളത് തന്നെ അന്നാ. ഞാൻ ഓൾറൗണ്ടർ. ഞാൻ അമ്പയറിങ്, ബാറ്റിങ്, ഫീൽഡിങ്, കീപ്പിങ് എല്ലാം ചെയ്യും. ആക്ച്വലി ഞാനാണ് അന്നാ കൊറോങ്കോണം ക്ലബിന്റെ ക്യാപ്റ്റൻ. ബോൾ മുകളിലോട്ട് പോയി. അത് പോകുമല്ലോ. ക്യാച്ച് എടുക്കാൻ ഞാൻ പിന്നിലേക്ക് പോയി. എന്നിട്ട് പിടിച്ചോ? കാല് സ്ലിപ്പായി താഴെ വീണല്ലേ? ഓക്കെ 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 ഓക്കെ. ഇവിടെ അടി കൊണ്ട് കാണും. ഇവിടെയാണ് മെഡുല ഒബ്ലാങ്കട്ട. എന്ത്? മുട്ട ഓംപ്ലേറ്റാ? ഇവിടെ അടികൊണ്ട ആ ഷോക്കിൽ ടെമ്പററി മെമ്മറി ലോസ് ഉണ്ടാവും. അതൊന്നും കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞാൽ താനെ ശരിയായിക്കോളും. അങ്കിൾ, വേണുവിന്റെ സലൂണിൽ ഭയങ്കര തിരക്ക് അങ്കിൾ. അതുകൊണ്ട് നമ്മളിപ്പോ വേറൊരു സലൂണിലാ. മരുതൻകുഴി പാലം ഇല്ലേ, അതിൻ്റെ അടുത്തൊരു വൈറ്റ് ബിൽഡിംഗ്. അതിൻ്റെ മുകളിൽ മുത്തൂറ്റൊക്കെ ഉണ്ട്. അതിൻ്റെ താഴെ സോൾ ആൻഡ് സ്പിരിറ്റ് ബ്യൂട്ടി പാർലർ. ഇവിടെ എല്ലാം ഉണ്ട്. ഓക്കെ. എന്താടാ? ചന്ദ്രന്റെ അച്ഛൻ ഇങ്ങോട്ട് വരുന്നു. ഇങ്ങോട്ടോ? എന്തോത്തിന്? അങ്ങേർക്ക് ഡൈ അടിക്കണമെന്നു. നീ മണ്ടനാണോടാ? അങ്ങേരെന്തിന് ഇങ്ങോട്ട് വരുത്തിയേ? അയ്യോ അണ്ണ അണ്ണ, നമ്മളും എല്ലാം ചെയ്യും അണ്ണ. ഡൈ, ഫേഷ്യല്, മെനിക്യൂർ, പെഡിക്യൂർ എല്ലാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു വിടണ്ണ. നിന്നോട് ആരാടാ അങ്കിളിന് ഇവിടുത്തെ അഡ്രസ് കൊടുക്കാൻ പറഞ്ഞേ? എനിക്കെങ്ങനെ അറിയാം അങ്ങേര് ഇങ്ങോട്ട് വരുമെന്ന്? എന്താണെങ്കിലും അവന്റെ വീട്ടിൽ ചെന്നാ പുള്ളിക്കാരനെ ഡീൽ ചെയ്തല്ലേ പറ്റൂ. പക്ഷെ ഇപ്പൊ പെട്ടെന്ന് എങ്ങനെയാ? എന്തു പറ്റി?
ക്രിക്കറ്റ് കളിക്കാൻ പോയി. നീ അടിച്ചത്? നമസ്തേ. ഹലോ അങ്കിൾ. ഇതെന്താണോ? ഫേഷ്യലാണ് സാർ. അത് മനസ്സിലായി. അതിനെന്തിനാ വായിൽ വെള്ളരിക്കാൻ? അത് പിന്നെ തണുക്കാൻ വേണ്ടിയാണ് സാർ. അതിന് വായിൽ വെള്ളരിക്ക വെക്കോ? അത് ചുണ്ടി വെച്ചത് കറുത്തിരിക്കുന്ന ചുണ്ടൊക്കെ ചുവന്ന് വരും സാർ. എന്തൊക്കെ പരിപാടികളാ. സാറിന് ഡൈ. ഓ എടാ, നിന്റെ അളിയൻ രമേശൻ വന്നിട്ടുണ്ട്. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം കാരണം അവൻ കല്യാണത്തിന് വരില്ലെന്നാ ഞാൻ കരുതിയത്. പിന്നെ നിന്റെ അമ്മുമ്മയെ അവനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് കൂട്ടിക്കൊണ്ടു വന്നത്. അവനും നിന്റെ പെങ്ങളും തമ്മിലുള്ള പ്രേമവിവാഹത്തിന് നീയായിരുന്നല്ലോ എതിരെ. ആ നീയാ ഇപ്പോൾ പ്രേമിച്ച് കല്യാണം കഴിക്കാൻ പോണേന്ന് ഓർക്കണം. ഏതായാലും ഇത്രയും ദൂരെ നിന്നും വന്ന സ്ഥിതിക്ക് നീയായിട്ടൊന്നും പറയാൻ നിൽക്കണ്ട. പിന്നെ പെണ്ണിന്റെ സൈഡിൽ നിന്ന് ചെയ്യാനുള്ളത് അവർ ഉറപ്പായിട്ടും ചെയ്യണം. അവരോട് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? അല്ലെങ്കിൽ നാണക്കേടാ. അവരുടെ അടുത്ത് ഞാനായിട്ടൊന്നും പ്രതീക്ഷിക്കുന്നില്ല. നമ്മുടെ സമ്പ്രദായത്തില് ആദ്യം റിസപ്ഷൻ പിന്നെ കല്യാണം അങ്ങനെയൊന്നും ഇല്ലല്ലോ. അതിനൊക്കെ ഞാൻ സമ്മതിച്ചത് നിന്നെ ഓർത്തിട്ടാ. അതുകൊണ്ട് അവര് ചെയ്യാനുള്ളത് അവര് തന്നെ അറിഞ്ഞ് ചെയ്യണം. ചെയ്തേ പറ്റൂ. നീ അവരോട് പറഞ്ഞിട്ടുണ്ടല്ലോ ചന്ദ്രു. ഒരാഴ്ചയായി നിന്നോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നീ എന്തൊന്നും മിണ്ടാത്തേ? നീ അവരോട് പറഞ്ഞോ ഇല്ലയോ? എടാ ചന്ദ്രു, അവന്റെ വായി വെള്ളരിക്കിരിക്കല്ലേ അങ്കിൾ? വായിൽ വെള്ളരിക്കരുന്നെന്താ? അവന് തലയാട്ടിക്കൂടെ? ഇങ്ങനെ മിണ്ടാതിരുന്നാലേ ഓരോ കാര്യങ്ങളും നീ ഇവിടം വരെ കൊണ്ടുവന്ന് എത്തിച്ചു. ഇനി അത് എന്റെ അടുത്ത് നടക്കില്ല. കേറോടാ ചന്ദ്രു, നിന്നോടാ. അവൻ ഉറങ്ങിപ്പോയി അങ്കിൾ. എപ്പോ ഉറങ്ങി? ഞാൻ വരുമ്പോഴേ ഉറക്കമായിരുന്നോ? അല്ല അങ്കിൾ, കുറെ നേരം എല്ലാം കേട്ട് തലയാട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദാ ഇപ്പോഴാ ഉറങ്ങിയത്. എടോ, ഈ വെള്ളരിക്കും വായ വെച്ച് എത്ര സമയം ഇരിക്കേണ്ടി വരും? 1, 2, 3 മണിക്കൂർ സാർ. 3 മണിക്കൂറോ? കുഴപ്പമില്ല അങ്കിൾ, ഞങ്ങൾ വെയിറ്റ് ചെയ്തോളാം. ഇവനെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവരാം. അങ്കിൾ പൊക്കോളൂ. എന്നാ അത് മതി. എത്രയാണ്? 50. എടാ, അവനെ പിടിക്ക്. മനു, ആ ബോൾ തന്നെ. ഞാനുണ്ട് കളിക്കാൻ. അവന്റെ അമ്മ പോടാ ക്രിക്കറ്റ്. കളിയുടെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഇവന്റെ മേലെ എപ്പോഴും കണ്ടു വേണം. ചന്ദ്രു വാ. അല്ല, അപ്പൊ ക്രിക്കറ്റ് കളിക്കണ്ടേ? എന്തിവിടെ ബ്രേക്ക് ഇട്ടത്? എടാ, എനിക്ക് കോൾ ചെയ്യാനുണ്ട്. ഇതെന്താ പന്തലൊക്കെ? ഞാൻ പറയാം, വാ. നീ എന്തായി കാണിച്ചേ? രമേശ് പൊന്നളിയാ, ഇതെപ്പത്തി എത്ര നാളായി കണ്ടിട്ട്. പിന്നെ എന്തൊക്കെയുണ്ടാണ് വിശേഷം? കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? അമ്മമ്മയുടെ കൂടെയാണോ വന്നത്? വീട്ടിലെല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അല്ല, ചേച്ചി എവിടെ? ചേച്ചി ആളൊക്കെ മാറിപ്പോയല്ലോ. ഇത്തിരി ഒന്ന് തടിച്ചു അല്ലേ? പിന്നെ അച്ഛനമ്മയ്ക്ക് എന്ത് പറയുന്നു? അല്ലെ, ഇപ്പൊ ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ. അല്ല, അളിയനൊന്നും മിണ്ടാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്റെ അടുത്ത് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? പറയാ. നിനക്ക് സുഖമാണല്ലയാ? പിന്നെ എനിക്കെന്ത് കുഴപ്പം? അടിപൊളിയല്ലേ? ആന്റി, അമ്മാവ, മോനു, അല്ല എല്ലാരും ഉണ്ടല്ലോ ഇവിടെ. അളിയ, ഇവിടെ എന്തെങ്കിലും വിശേഷമുണ്ടോ? തുടങ്ങി അവന്റെ സ്ഥിരം ഒരു നമ്പർ. എത്തിയോ? ഇന്നലെ ഓഫീസിലേക്കെന്ന് പറഞ്ഞ് പോയവനാ ഇപ്പോഴാ തിരിച്ചു വരുന്നത്. മുടിയും വെട്ടിയിട്ട് വീടിന്റെ നടുക്കുവന്ന് നിൽക്കുക. പോടാ, പോയി കുളിക്കടാ. ഇപ്പോരാ.
നമസ്കാരം ആന്റി. അകത്തേക്ക് പൊക്കോളൂ. എന്തു പറ്റി? ഇതെന്താ കണ്ണു നിറഞ്ഞിരിക്കണേ? തെറ്റുപറ്റിപ്പോയി അമ്മേ. ചന്ദ്രു പഴയതുപോലെ ഒന്നുമല്ല. എല്ലാം മനസ്സിൽ വെച്ച് എന്നെ വകവെക്കില്ല, എന്നോട് മിണ്ടില്ല എന്നൊക്കെ കരുതിയതാ. ഈ കല്യാണത്തിന് വരണ്ടാന്നേ ഞാൻ വിചാരിച്ചതാ. പക്ഷെ ഇങ്ങനൊരു സംഭവം നടന്നത് അവന്റെ മനസ്സിലില്ല. എന്നോട് എന്ത് സ്നേഹത്തോടെയാ സംസാരിച്ചത്. അവൻ വലിയ മനുഷ്യനാ. ഞാൻ അവന്റെ മുമ്പിൽ ചെറുതായി പോയി അമ്മേ. എന്റെ ചന്ദ്രു അങ്ങനെയാ, സ്നേഹിക്കാനേ അറിയൂ, ഒന്നും മനസ്സിൽ വെക്കില്ല, എല്ലാം അപ്പ മറന്നു കളയും. എന്റെ ചന്ദ്രു എന്നും ഇതുപോലെ തന്നെ ഇരിക്കണ ഈശ്വര. ചേട്ടാ ലേറ്റായി, ഇവന്റെ കുളി തെറ്റും. ഓടാ. എടാ, റിസപ്ഷന് പോകുന്നവരെ ഇവനെ റൂമിൽ നിന്ന് വിടണ്ട. ആരോടും സംസാരിക്കാനും സമ്മതിക്കണ്ട. ആഹാ, നിങ്ങളെപ്പറ്റി എല്ലാരും ഉണ്ടല്ലോ. നീ വാ, പോയി കുളിക്ക്. കുളിക്കാനോ? എടാ, ബാർബർ ഷോപ്പിൽ പോയിട്ട് വന്നതല്ലേ? ബാർബർ ഷോപ്പ് പോയിന്നോ? എപ്പോ? എന്തു പറ്റി? ഒന്നും പറ്റിയില്ല, നീ പോയി കുളിക്ക്. എന്ത് തുറക്കാത്ത? മണി കണ്ട ഇല്ലെങ്കിൽ എന്താടാ? മൂത്രം. പോ. ആ നിധി വിളിച്ചിട്ടുണ്ടായിരുന്നു. നിന്റെ അമ്മയാ സംസാരിച്ചത്. അവരുടെ സൈഡിൽ നിന്ന് എല്ലാം കറക്റ്റ് ആയിരിക്കുമെന്ന് പറഞ്ഞു. ഓ, ഡൈ അടിച്ചു വെച്ചിരിക്കുന്നു. എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അതൊക്കെ വേണു. അവനെ വെല്ലാൻ ആർക്കും പറ്റില്ല. ഏയ്, എനിക്ക് ഒരു ഡിഫറൻസും തോന്നുന്നില്ല. വെള്ളരിക്ക വെച്ച ചുവക്കൊന്നു. ആര് പറഞ്ഞു? എന്ത് ചുമക്കൊന്നു? എവിടെ ചുമക്കൊന്നു? ചുമ്മാ ആളെ പറ്റിക്കാൻ ഓരോരോ പരിപാടികൾ. അവനോട് വിളിച്ച് റെഡിയാവാൻ പറ, റിസപ്ഷൻ ഉള്ളതാ. ഈ വെള്ളരിക്ക വെച്ചാ എവിടെ ചോക്കും? എങ്ങും ചുമക്കില്ല, നീ കേറ്. എടാ, അങ്ങേർക്ക് എന്തെങ്കിലും മനസ്സിലായ? എനിക്ക് പേടിയാവുന്നു. അതൊന്നും കുഴപ്പമില്ല. ഓരോരുത്തരും വന്ന് ഇവനോട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയ പണിയാവും. എനിക്കൊരു ഐഡിയ. നമുക്ക് പിന്നെ ഉറക്ക ഗുളിക കൊടുത്ത് കിടത്തിയാലോ? ഇഡിയറ്റ്. ഗുളികളൊക്കെ റിസ്കാ. ഗുളികളിലും കെമിക്കൽസ്, ബ്രെയിനിലും കെമിക്കൽസ്. കെമിക്കൽ റിയാക്ഷൻസിനോട് കളിക്കല്ലേ. ഇനി നിനക്ക് മനസ്സിലാവുന്ന ഭാഷയെ പറഞ്ഞാൽ ബ്രെയിനിലുള്ള കെമിക്കൽസും ഗുളികളിലുള്ള. പ്ലീസ്, ഉറക്ക ഗുളിക വേണ്ട. തീർന്നില്ലേ? ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ആരും ഒന്ന് ചോദിച്ചാലും ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല, നല്ല ടയർഡാണ്, അതുകൊണ്ട് ഉറങ്ങുന്നു, അങ്ങനെ പറഞ്ഞാൽ മതി. ചന്ദ്രു, നോക്ക്. ഡോർ അടിച്ചിട്ട് എന്തെടുക്കുവോ നിങ്ങള്? ഒന്നുമില്ല, ചന്ദ്രു കുളിച്ചോണ്ടിരിക്കുക. പുറത്തുനിന്ന് കുറ്റിയിട്ടിട്ട് കുളിക്കുക. ചേച്ചി, ചേച്ചി ഇതേപ്പറ്റി വാടാ. അളിയാ, അളിയോ, ഇതേപ്പറ്റി ഒന്നും അറിയാത്ത പോലെ. മകളെ അങ്ങോട്ട് മാറിയിരുന്നേ. വാളിയാ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. എന്തൊക്കെ ഉണ്ട് അളിയാ? പറ അളിയാ. വയറൊക്കെ ആ ദൃഷ്ടി എടുത്തുണ്ടോ? മുത്തശ്ശനെയും മുത്തശ്ശിയും പ്രാർത്ഥിക്കാം.
ചിത്ര ആന്റി നിങ്ങളൊക്കെ പറ്റി എന്താ മോനെ അത്ഭുതം? മോന്റെ കല്യാണത്തിന് ഞങ്ങൾക്കാർക്കും വന്നൂടെ? എന്റെയോ? ചന്ദ്രു എപ്പ എത്തിടാ? അമ്മാവ കല്യാണ ഒരുക്കങ്ങളൊക്കെ എന്തായി? എന്തായാലും വൈകിട്ട് കാണണം കേട്ടോ. അമ്മാവ എനിക്ക് ഭയങ്കര ക്ഷീണം. ഞാനൊന്ന് കിടന്നിട്ട് വരാമേ. ഇവിടെ എന്താ നടക്കുന്നത് നിങ്ങൾക്ക് ആരെങ്കിലും മനസ്സിലായോ? അന്ന് എനിക്കെല്ലാം മനസ്സിലായി. എന്റെ അമ്മാവന്റെ മോള് ചിത്രയെ കൊണ്ട് എന്നെ കെട്ടിക്കാനുള്ള പരിപാടിയാ. ഛേ, ഇവർക്കൊക്കെ ബുദ്ധിയില്ലേ? ഞാൻ എത്ര പ്രാവശ്യം എന്റെ അമ്മയോട് പറഞ്ഞതാ എനിക്കിപ്പോ കല്യാണം വേണ്ടാന്ന്. അളയാ ഞാനൊന്ന് ആദ്യം സെറ്റിൽ ആവട്ടെ. അല്ല ഞാനറിയാതെ എന്നെ കെട്ടിക്കാൻ ഞാനെന്ത് മണ്ടനാ? അങ്ങനെ പാരെന്നെ കെട്ടിക്കണ്ട, ഞാൻ അതിന് സമ്മതിക്കില്ല. മണി നമുക്കൊക്കെ കല്യാണം ശരിയാവോ? നിങ്ങൾക്കൊക്കെ അറിയാവുന്നല്ലേ എനിക്ക് ഈ കല്യാണവും പ്രേമൊന്നും ശരിയാവില്ലെന്ന്. വെറുതെ ആൾക്കാരെ ടോർച്ചർ ചെയ്യാൻ വേണ്ടി. ആ ചിത്രം ഉണ്ടല്ലോ, ഒരു പാവം പെണ്ണ. വെറുതെ അവളെ ആശിപ്പിച്ചിട്ട് അവളെ മനസ്സ് വേദനിക്കില്ലേ? എന്തു പറ്റി? ക്രിക്കറ്റ് കളിക്കാൻ പോയി തുടങ്ങി. നീയല്ലേ അടിച്ചത്? നിധി അവൻ എഴുന്നേറ്റ ഉടനെ അങ്ങോട്ട് വിളിക്കാൻ പറയും. അപ്പൊ ശരി, റിസപ്ഷന് കാണാം. ചന്ദ്രു ഇപ്പോഴും ഉറക്കമാണോ? അതെ അമ്മേ. അവനെ ഇപ്പൊ വിളിക്കണ്ട. പാവം, അവൻ നല്ല ക്ഷീണമുണ്ട്. നന്നായിട്ട് ഉറങ്ങട്ടെ, എന്നാലേ റിസപ്ഷന് നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുള്ളൂ. ഞങ്ങള് മണ്ഡപത്തിലേക്ക് പോവാ. നിങ്ങളൊരു 5 മണിയാകുമ്പോ വന്നാ മതി. ശരി അമ്മേ. അമ്മേ ഡ്രസ് അതൊക്കെ അവിടെ വന്നിട്ട് മാറാം. ചന്ദ്രു നിങ്ങൾക്കും വാങ്ങി വെച്ചിട്ടുണ്ട്. താമസിയാതെ അങ്ങ് വന്നേക്കണേ. ക്രിക്കറ്റ് കളിക്കാൻ പോയി. ശരി, നമുക്ക് പുറപ്പെടാം. അവരെല്ലാം ഓഡിറ്റോറിയത്തിലേക്ക് പോയി. ഇവനെ 5 മണിക്ക് മുമ്പ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. എന്ത് പറഞ്ഞാടാ അവനെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത്? അവന്റെ വീട്ടുകാർ കല്യാണം എന്ന് പറഞ്ഞ് തീരും മുമ്പ് തന്നെ അവനുണ്ടാക്കുന്ന ബഹളം നമ്മൾ കണ്ടല്ലേ. എന്നിട്ട് ഇപ്പൊ അവന്റെ തന്നെ കല്യാണം എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് അവൻ വരില്ല. എടാ, അടി കൊണ്ട ശേഷം ചന്ദ്രു നിധി എന്നുള്ള പേരേ കേട്ടിട്ടുള്ളൂ. അവളുടെ മുഖം കണ്ടിട്ടുണ്ടോ? അതായത് അവൻ എന്നെ നിന്നെയൊക്കെ മറക്കാൻ ചാൻസ് ഉണ്ട്, പക്ഷെ അവൻ പ്രേമിക്കുന്ന പെണ്ണിന്റെ മുഖം അവൻ ഒരിക്കലും മറക്കില്ല. നിധിയെ അവൻ നേരിട്ട് എപ്പോ കാണുന്നു ആ സെക്കൻഡിൽ അവനെല്ലാം ഓർമ്മ വരും. എന്താ ഉറപ്പ്? എടാ, ഈ പ്രണയം എന്ന് പറഞ്ഞ ആണിന്റെ മനസ്സിൽ ആഴത്തിലടിച്ച ആണി പോലെയാ. ഈ ഒബ്ലോങ്ങേറ്റിൽ അടി കൊണ്ടത് കൊണ്ടൊന്നും അവനത് മറക്കില്ല. ഇനി മരണക്കിടക്കിലാണെങ്കിൽ പോലും അവൻ അവളെ മറക്കില്ല. അതാണ് പ്രണയം. പക്ഷെ അപ്പച്ച റിസപ്ഷന് പോയാലല്ലേ അവന് നിധിയെ കാണാൻ പറ്റൂ. അവൻ ഇവിടുന്ന് എങ്ങനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകും? എടാ, ഇവൻ എന്തു പറഞ്ഞാണ് കല്യാണ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോകുന്നത്? അവന്റെ കല്യാണം എന്ന് പറഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ. മറ്റാരുടെയെങ്കിലും കല്യാണം എന്ന് പറഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. എടാ ചന്ദ്രു, വാ ഡ്രസ് ചേഞ്ച് ചെയ്യാം. അതെന്തിനാ? ഇതിനെന്താ കുഴപ്പം? പറയുന്ന കേക്കടാ, ഡ്രസ് ചേഞ്ച് ചെയ്യും. ഞാനെന്തിനാ ഡ്രസ് മാറ്റുന്നേ? എടാ റിസപ്ഷൻ അല്ലേ. റിസപ്ഷനോ? ആരുടെ റിസപ്ഷൻ? മണിയുടെ. മണിയുടെയോ? ഡാ മണി, നീ പറഞ്ഞതേ ഇല്ലല്ലോ. അപ്പൊ നിന്റെ കല്യാണം കഴിഞ്ഞു? അത് പിന്നെ പെണ്ണ് ഗുജറാത്തിയാ, പട്ടേൽ. അപ്പൊ അതുകൊണ്ട് റിസപ്ഷൻ എന്നും കല്യാണം നാളെ. പട്ടേലോ? ഈ മോന്തയ്ക്കാ? അത് ശരിയാ, മലയാളികൾ ഇവന് പെണ്ണ് കൊടുക്കില്ലല്ലോ. അല്ല, എപ്പോഴാ ഫിക്സ് ചെയ്തേ? അത് പെട്ടെന്ന് ഭയങ്കര
ലവായിരുന്നല്ലേ? വേലയും കൂലി ഇല്ലെങ്കിൽ എന്ത്, പ്രേമവും കല്യാണമൊക്കെ കറക്റ്റ് സമയത്ത് നടക്കും അല്ലടാ? അവൻ കാണുന്ന പോലെ ഒന്നല്ല പച്ച മിടുക്കനാ. എടാ ചന്ദ്രു, ഡ്രസ് ചേഞ്ച് ചെയ്യാ. ഇതെന്താടാ പുതിയ ഡ്രസ്സൊക്കെ? മണി വാങ്ങിയതാ, എല്ലാവർക്കും ഉണ്ട്. മണി വാങ്ങിയെന്നോ? അളിയാ ഇത്രക്കും നല്ലവനാണോടാ നീ? എങ്ങനെ പറ്റുന്നത് ഇതൊക്കെ? ചന്ദ്രു വാ. ഇത് അപ്പച്ചന്റെ കല്യാണമാണെന്നൊന്ന് മാറ്റി പറയടാ. ആക്ച്വലി പ്രായം കൊണ്ട് അയാളല്ലേ മൂത്തത്, അപ്പൊ ന്യായമില്ലേ? ടാടാ, ഞങ്ങൾ നിന്നെ വെച്ചോണ്ട് ഒരുവിധം കുഴപ്പമില്ലാണ്ട് മാനേജ് ചെയ്തോണ്ടിരിക്കുക. അലമ്പാക്കല്ലേ റാസ്കൽ. ആരുടെ കല്യാണോടാ? മണിയുടെ. മണി നീ പറഞ്ഞില്ലല്ലോ. പെട്ടെന്നാ ഫിക്സ് ചെയ്ത്. ഓ, ഏതാ പെണ്ണ്? ചന്ദ്രു, നമുക്ക് സ്റ്റേജിലേക്ക് പോ. നമ്മളെന്തിനാ കയറുന്നേ? മണീനെ അടുത്ത് കയറാൻ പറ. മണി വന്നോളും, നമുക്ക് അങ്ങോട്ട് പോവാം. സ്റ്റേജിൽ കയറി ഞാനെന്ത് ചെയ്യാനാ? അവന്റെ കല്യാണല്ലേ? ഡാ മണി, നീ സ്റ്റേജിൽ കയറ്. എന്താടാ കുന്തമുഴുകി പോലെ നിൽക്കുന്നേ? സ്റ്റേജിൽ കയറ്. നീ ഇങ്ങോട്ട് വന്നേ. വാ. നീ എന്താ ഇങ്ങനെ? സ്റ്റേജിൽ കയറടാ. ഇവനെന്ത് പറ്റി? ബാധ കയറിയ പോലെ. പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ലേ? അത് അവനോട് പറയാതെ അവന്റെ കല്യാണം ഉറപ്പിച്ച്. അതാ, നീ ആരോടും പറയാൻ നിൽക്കണ്ട. അളിയ പൊന്നളിയ കൊറേ നാളായാലോ കണ്ടിട്ട്. ഒന്ന് ചുമ്മാ ഇരളിയാ. ചന്ദ്രു, നീ എന്താ ഇവിടെ നിൽക്കുന്നേ? നീ സ്റ്റേജിലോട്ട് കയറ്. രമേശ, നീ അങ്ങോട്ട് ചെല്ല്. പെൺവീട്ടുകാർ വന്നിട്ടുണ്ട്. വേഗം നിങ്ങൾ വരൂ. അപ്പച്ചാ, നമ്മൾ ഇവനെ എങ്ങനെ സ്റ്റേജിൽ കയറ്റും? പെൺവീട്ടുകാരും ആൾക്കാരൊക്കെ വന്നോടി. അതെന്താ സ്റ്റേജിൽ കയറാൻ പറഞ്ഞേ? മണിയുടെ കല്യാണത്തിനെന്തിനാ അമ്മാവൻ, ചിത്ര, മാമനൊക്കെ വന്നിരിക്കുന്നേ? അത് മണി അവരെയും പേഴ്സണലായിട്ട് ഇൻവൈറ്റ് ചെയ്തു. അതാ. ആണോടാ? എന്ന് മുതലാടാ നീ ഇത്ര നല്ലവനായത്? 2 ദിവസമായിട്ട്. അതെ അപ്പച്ചാ, നമ്മൾ ഇനി എന്ത് ചെയ്യും? പേടിക്കണ്ട, കുറച്ച് കഴിയുമ്പോൾ അവൻ തന്നെ എല്ലാം മറന്നോളൂ. ആരുടെ കല്യാണാടാ? നിന്റെ കസിന്റെ. കസിന്റെയോ? ഏത് കസിൻ? ശരത്താ? ആ ആ, കൊച്ചു പയ്യനാണ് അവൻ. ഒരു പെണ്ണിനെ ലൈനടിക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞു, പക്ഷെ കല്യാണമൊക്കെ ആയോ? കള്ളൻ. ഇങ്ങോട്ട് വരട്ടെ. ആരാ ഈ ശരത്? എനിക്കെങ്ങനെ അറിയാം? ഡാ ചന്ദ്രു, വാ സ്റ്റേജിലോട്ട് പോവാം. ഞാനെന്തിനാ സ്റ്റേജിൽ കയറുന്നേ? ശരത്തല്ലേ കയറി. ഞാൻ പറഞ്ഞാ നീ കേക്കോ ഇല്ലേ? നീ പറഞ്ഞ ഞാൻ ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും ചാടും. എടാ, നീ പറഞ്ഞ അവൻ ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് വരെ ചാടുവെന്ന്. അങ്ങനെയാണെങ്കിൽ നീ എല്ലാം അവനോട് പറയടാ. അവൻ നിധിയെ സ്നേഹിച്ചതും അവരെ കല്യാണം ഫിക്സ് ചെയ്തതും എല്ലാം. ഫുൾ അവൻ 1 by 1 ആയിട്ട് എല്ലാം മറന്നോണ്ടിരിക്കുക. ഇപ്പൊ ഇത് മുഴുവൻ പറയാൻ പോയാലേ നീ പറഞ്ഞു തീരുന്നതിന് മുമ്പേ അവൻ സ്റ്റാർട്ടിങ് മറക്കും. ഒരു ഐഡിയയും കൊണ്ട് വന്നിരിക്കുന്നു. എടാ, നീ ഇപ്പൊ അവനോട് പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞ നീ കേക്കോ ഇല്ലയോ എന്ന്? അതാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ വെപ്പൺ. വെപ്പണാ? അതെ, ഈ വാക്കും കേട്ടിട്ടാണ് അവൻ സ്റ്റേജിലേക്ക് പോയത്. അത് നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യണം.
പെട്ടെന്ന് ഉപയോഗിച്ച അവനത് കണ്ടുപിടിക്കും. അതുകൊണ്ട് ഒരു തവണ ഉപയോഗിച്ച അവൻ മറന്നതിന് ശേഷമേ വീണ്ടും ഉപയോഗിക്കാവൂ. കെയർഫുൾ. ആരുടെ കല്യാണോടാ? നിന്റെ കസിൻ ശരത്തിന്റെ. ശരത്തിന്റെയോ? കൊച്ചു പയ്യനാടാവൻ. എടാ നീ ചെയറിലിരിക്കേ. ചെക്കനും പെണ്ണും ഇരിക്കേണ്ട ചേരല്ലത്. ഞാനെന്തിനാ ഇരിക്കുന്നേ? ശരത്തല്ല ഇരിക്കേണ്ടത്. എടാ കാര്യമുണ്ട്, നീ ഇരിക്കേ. എന്ത് കാര്യം? നിനക്കിത് എന്ത് പറ്റി? എടാ ചന്ദ്രു, ഞാൻ പറഞ്ഞ നീ കേക്കോ ഇല്ലയോ? ഞാൻ നിന്നോട് സ്കൂളിൽ പഠിക്കുമ്പോഴേ പറഞ്ഞിട്ടില്ല. നീ പറഞ്ഞ ഞാൻ ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടും. ക്രിക്കറ്റ് കളിക്കാൻ പോയി. മിസ്സായില്ലേ? കാല് സ്ലിപ്പായി താഴെ വീണേ. ഹായ്. ഏതാടേ കുട്ടി എന്റെ അടുത്ത് വന്നിരിക്കുന്നു? മാറാൻ പറ. ആ ചന്ദ്രുവിന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാ. സീനിയറാ. ചന്ദ്രുവിന് വലിയ ബഹുമാനോ, വലിയ മനുഷ്യനാ. അതാ. ഓ ഇതാരുടെ റിസപ്ഷനാ? നിന്റെ കസിൻ ശരത്തിന്റെ. ശരത്തിന്റെയോ? എന്നിട്ട് ശരത്ത് എവിടെ? അവൻ വരുമടാ, നീ ഇവിടെ നിക്ക്. നമ്മളെന്തിനാ ഇവിടെ നിക്കുന്നേ? എടാ കാര്യമുണ്ട്, നീങ്ങി നിക്ക്. എന്തിനാടാ? കുറച്ചങ്ങോട്ട് നീങ്ങി നിക്ക്. ഇവിടെ ശരത്തല്ലേ നിക്കണ്ടേ? എടാ അവന്റെ പെണ്ണിനോട് അവനല്ലേ നിക്കണ്ടേ? ഞാൻ നിക്കില്ല. ഞാൻ പറഞ്ഞാ നീ കേക്കോ ഇല്ലേ? എനിക്കിത് ശരിയാണെന്ന് തോന്നുന്നില്ലടാ. ശരിയാവുമടാ. നീ അവളെ ഒന്ന് തിരിഞ്ഞു നോക്ക്. എന്തിന്? തിരിഞ്ഞു നോക്കടാ. ഏതാടാ പെണ്ണ്? പോലെ മേക്കപ്പ് ഒക്കെ ഇട്ടോണ്ട്. എന്താ സീതേ? എന്താ ചന്ദ്രു പറഞ്ഞത്? ഒന്നുമില്ല. എന്തോ യക്ഷിയെ പോലുണ്ടെന്ന്. അത് അത് ഫ്രണ്ടിലോ സ്ത്രീ യക്ഷിയെ പോലെ മേക്കപ്പ് ഇട്ടോണ്ടിരിക്കുന്നു. അതാ. ആരാ? ഞാനോ? അല്ല, ആ കുട്ടി. മിണ്ടാതിരിയടാ. കുട്ടിയോ? ഇതോ? നിനക്കത് കണ്ണു കാണുന്നില്ലേ? എടാ എന്നെ തൊട്ട് പുറകെ നിൽക്കുന്ന പെണ്ണ് യക്ഷിയെ പോലെ മേക്കപ്പ് ഒക്കെ ഇട്ടുണ്ട്. ഈ പ്രണയം എന്ന് പറഞ്ഞ ആണിന്റെ മനസ്സിൽ ആഴത്തിലടിച്ച ആണി പോലെയാ. ഇനി മരണക്കിടക്കലാണെങ്കിൽ പോലും അവൻ അവളെ മറക്കില്ല. ഹാർഡ് റിസപ്ഷനാ? പ്രിയ, എന്റെ മേക്കപ്പ് ഓവറാണോ? ഇല്ല, ആര് പറഞ്ഞു ഓവറാണെന്ന്? ആരും പറഞ്ഞൊന്നുമില്ല. മിണ്ടാതിരി, ആൾക്കാർ നോക്കുന്നതാ. സീതേ, ഇത് ലാസ്റ്റ് ടൈം. ഇനി ഇങ്ങനെ പറഞ്ഞ എനിക്ക് ഭയങ്കര ദേഷ്യം വരും. ഇല്ല നിധി, അവൻ വെറുതെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതാ.
ഇങ്ങനെയാണോ കളിയാക്കുന്നത്? അത്രയ്ക്ക് വിഷമായിരുന്നെങ്കിൽ ഒരു മേക്കപ്പ് മാനെ എനിക്ക് അറേഞ്ച് ചെയ്ത് തന്നൂടായിരുന്നോ? രാവിലെ മുതൽ എത്ര തവണ ഫോൺ ചെയ്തു, ഒരു റെസ്പോൺസും ഇല്ലായിരുന്നു. അവസാനം ഞങ്ങൾക്ക് പരിചയമുള്ള ഒരാളെ വിളിച്ച് ചെയ്തു. അളിയാ ജെസ്സി, എടാ, ജെസ്സിയുടെ കൂടെ പപ്പ വന്നിട്ടുണ്ട്. നീ കുറച്ചു നേരത്തേക്ക് സ്റ്റേജിലോട്ടൊന്ന് വാ. മുകളിലോട്ട് വരാനോ? പുറം നീ എന്ത് കളിക്കുന്നു? എനിക്ക് പേടിയാ. ഞാൻ വേണമെങ്കിലേ അപ്പച്ചനോട് പറയാം. ചേച്ചി, അപ്പച്ച പറക്കത്തിരിക്കുന്ന കൊലയില്ല, അത് തേങ്ങാക്കൊലയാണോ അതോ? എടാ, ജെസ്സി ഞങ്ങളുടെ കാര്യം പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് വന്നതാ. അയാള് ബാംഗ്ലൂരിൽ നിന്ന് എന്നെ കണ്ടുവേണ്ടി മാത്രം വന്നതാ. സീതേ, നീ വെറുതെ ഇരി. നിനക്ക് മാത്രം അവനെ ഡീൽ ചെയ്യാൻ പറ്റൂ. ഞങ്ങളിൽ ആര് വന്നാലും പ്ലാൻ എല്ലാം പൊളിയും. അവിടെ തന്നെ നിക്കടാ പ്ലീസ് ഡാ. നിനക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. പ്ലീസ്. നീ ഇങ്ങോട്ട് വരുന്നോ ഇല്ലയോ? എടാ, എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ ചന്ദ്രുവിന്റെ കല്യാണം തന്നെ നിന്നു പോവും. നമ്മൾ ഈ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെയാവും. എടാ മണി, അയാളെ ഞാൻ ഇപ്പൊ പോയി കണ്ടില്ലെങ്കിൽ പിന്നെ എന്റെയും ജെസ്സിയുടെയും കാര്യം ഒരിക്കലും നടക്കില്ല. ഒന്നും മനസ്സിലാക്കടാ. അപ്പച്ച, 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 നിങ്ങൾ പറഞ്ഞ അവൻ കേൾക്കും. ഒന്ന് ചെല്ല് പ്ലീസ്. ഒന്ന് പോടാ. ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ ആരാണെന്ന് ചോദിച്ചതിന് ശേഷം എന്നെ അവന് ഓർമ്മയുണ്ടോന്ന് തന്നെ എനിക്ക് ഡൗട്ടാ. നിങ്ങൾ പിന്നെ സ്കൂളിലൊക്കെ ഒരുമിച്ച് പഠിച്ചതല്ലേ? നീ ചെല്ല്. അപ്പച്ച, ഇങ്ങനെ പറഞ്ഞ എങ്ങനെ അപ്പച്ച? എനിക്ക് പറ്റില്ല എന്ന് എന്നോട് പറഞ്ഞില്ലേ? പേട് തൂറി. സംസാരം കേട്ടതൊന്നും എന്തു വലിയ സംഭവമാണെന്ന്. അതിന് ഞാനെന്തിനാ അവിടെ നിൽക്കുന്നേ? ഞാൻ പറഞ്ഞാ നീ കേക്കൂ ഇല്ലയോ? നിധിയോട് സംസാരിക്കാൻ അവനെ സമ്മതിക്കരുത്. മണി, നീ ഇതെപ്പത്തി? ഇപ്പൊ എത്തേ ഉള്ളൂ. ഓ, ഏതാടി പെണ്ണ് യക്ഷി പോലെ മേക്കപ്പ് ഇട്ടിട്ടുണ്ട്? മോളെ കണ്ടില്ലേ? കണ്ടു കണ്ടു. മോള് കരയാണോ? അപ്പച്ച, അപ്പച്ച, നിങ്ങൾ വന്നേ. ഞാൻ പെട്ടെന്ന് വരാം അപ്പച്ച. എന്താ നിധി? ഒന്നുമില്ല. ഒന്നുമില്ലെന്നോ? നീ കാര്യം പറ. പിന്നെ എന്തിനാ മോളെ കരയുന്നത്? കുച്ച് നെയ്യേ പപ്പ. നീ ആഗ്രഹിച്ചതുകൊണ്ട് ഞങ്ങൾ ഈ കല്യാണത്തിന് സമ്മതിച്ചു തന്നെ. അത് നീ സന്തോഷായിട്ടിരിക്കാൻ വേണ്ടിയാ. എടി, നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? എന്നെ ആരും പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ. എടാ ചന്ദ്രു, അങ്ങോട്ട് തിരിഞ്ഞു നോക്കല്ലടാ പ്ലീസ്. അതെന്താ? നിന്നോടാ പറഞ്ഞ തിരിഞ്ഞു നോക്കല്ലടാ. അങ്ങോട്ട് തിരിഞ്ഞ എന്താ ഇപ്പൊ പ്രശ്നം? നീങ്ങ വന്നേ. സത്യം പറ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചന്ദ്രു, ഞാൻ പറഞ്ഞ നീ കേക്കുവോ ഇല്ലയോ? പോവേ, നീ പറഞ്ഞ ഞാനെന്തിനാ കേൾക്കുന്നത്? ഇതേവരെ യക്ഷിയെ പോലെ. കുറച്ച് നേരത്തേക്ക് നീ അങ്ങോട്ട് തിരിഞ്ഞു നോക്കലടാ. അപ്പച്ച, മോനെ, നീ ഒന്ന് ചോദിക്കും. എന്ത് പറ്റി? എന്തു പറ്റിയെന്നോ? ഒന്നും പറ്റിയില്ല അല്ലേ? ഒന്നും പറ്റാത്തതുകൊണ്ടാണോ എന്റെ മോള് കരയുന്നത്? നിങ്ങൾക്കാരാ? ഞങ്ങളാരാന്നോ? ഇപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞ എന്താവും? കുറച്ചുകൂടെ കഴിയുമ്പോ എന്റെ മോളെ അറിയില്ലെന്ന് പറയുമോ? നിങ്ങൾ ഇങ്ങനെ ചൂടാവാതെ. പിന്നല്ലാതെ ചോദിച്ച കേട്ടില്ലേ ഞാൻ ആരാന്ന്? അന്നേരം പറഞ്ഞതായി കല്യാണം വേണ്ടെന്ന്. വേണ്ട മോളെ, ഇത് ശരിയാവില്ല. ഇതിപ്പോ ഇവിടെ നിർത്തുന്ന നിനക്ക് നല്ലത്. പറയുന്ന കേക്ക്. നീ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കും. पापा कोई प्रॉब्लम नहीं है पापा, ये मेरा जिंदगी है, मैं संभालूंगी।
ചുമ്മാ തമാശക്ക് നിന്നോടല്ലേ, അപ്പോഴേക്കും സീരിയസ് ആയോ? സത്യം പറഞ്ഞ നീ ഒരു സുന്ദരി കുട്ടിയാ. മതി കഴിഞ്ഞു പൂജ. എന്തൊക്കെ കാണണം. ഇനി ഇവനെ ഇവിടെ വച്ചുകൊണ്ടിരുന്ന പണിയാ. ഇപ്പൊ തന്നെ ഇവനെ ഇവിടുന്ന് പൊക്കാം. ബാ. എന്താടാ? ഇതിനും മാത്രം നീ ചന്ദ്രന് വേണ്ടി എന്താടാ ചെയ്ത്? ഞാനെന്ത് ചെയ്തു? അല്ല, ഞാൻ പറഞ്ഞിട്ട് അവനൊന്നും കേൾക്കുന്നില്ല. പക്ഷെ നീ എന്തു പറഞ്ഞാലും അവൻ അനുസരിക്കുന്നുണ്ടല്ലോ. ഞാൻ അവന്റെ ഫ്രണ്ടല്ലേ? ഓ, അപ്പൊ ഞങ്ങളാരും ഫ്രണ്ട്സ് അല്ല. നീ പറഞ്ഞ ബിൽഡിങ്ങിന്റെ മണ്ടയിൽ നിന്നും എടുത്തു ചാടാൻ മാത്രം എന്താടാ ഇത്ര ഫ്രണ്ട്ഷിപ്പ്? സത്യം പറ, വേറെ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. നീ അവന്റെ ജീവൻ രക്ഷിക്കുന്നത് പോലെ എന്തോ നടന്നിട്ടുണ്ട്. അങ്ങനെയൊന്നും ഇല്ലടാ. എടാ മണി, അവന് പറയാൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ വിട്. അങ്ങനെ വലിയ കാര്യമൊന്നും ഇല്ല അപ്പച്ചാ. അപ്പൊ ഞങ്ങൾ അറിയാൻ പാടില്ലല്ലേ? ശരി, അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ സാരമില്ല, പോട്ടെ. ശരി, പറയാം. ഞങ്ങൾ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയം, പബ്ലിക് എക്സാം. ചന്ദ്രുവിനാണെങ്കിൽ പടം വരയ്ക്കാൻ അറിയില്ലായിരുന്നു. അവന്റെ എല്ലാ റെക്കോർഡ് ബുക്കിലും ഞാനാ പടം വരച്ചു കൊടുത്തത്. വരച്ചു കൊടുത്തു? അത്രേ ഉള്ളൂ. അത്ര ഉള്ള? എന്താടാ, നിനക്ക് എന്നെ കണ്ട പൊട്ടനാണെന്ന് തോന്നുന്നുണ്ടാ? ശരി, എന്റെ കാര്യം പോട്ട്. അയാളെ കണ്ട പൊട്ടനാണെന്ന് തോന്നുന്നുണ്ടാ? പടം വരച്ചു കൊടുത്തെന്ന് പറഞ്ഞ് ആരെങ്കിലും ബിൽഡിങ്ങിന് വേണ്ടത് ചാടൂ? ശരിയാ, അതിനു വേണ്ടി ആരെങ്കിലും ജീവൻ കളയോ? ഞാനാണോ അങ്ങനെ പറഞ്ഞേ? അവനല്ലേ, അവനോട് ചോദിക്കൂ. എന്തു പറ്റി? ഓ, തുടങ്ങി. അപ്പച്ചാ, ഇങ്ങനത്തെ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയാണോ ഇവൻ പറഞ്ഞ എല്ലാം അവൻ കേൾക്കണത്? ഏതാടാ ചെറിയ കാര്യം? എന്നാ പിന്നെ നിനക്ക് വരച്ചു കൊടുത്തൂടായിരുന്നോ? അപ്പച്ചാ, 2 ദിവസമായിട്ട് ഒന്നും ശരിയല്ല. അനിയ, 2 ദിവസമല്ല, മൊത്തം 3 ദിവസം, നാളെ കൂടെ കൂട്ടിയിട്ട്. ഇല്ല അപ്പച്ചാ, എനിക്കെന്തോ ഇവൻ രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ എല്ലാം ശരിയാവുന്നൊരു തോന്നൽ. ശരി, അപ്പൊ എന്നാ നമുക്കെല്ലാവർക്കും ചെന്ന് കിടന്ന് ഉറങ്ങാം. ഫുൾ എല്ലാരും കിടന്നുറങ്ങിയ പിന്നെ ഇവനെ ആരും നോക്കും? എന്നാ അപ്പച്ച നോക്കിക്കോ. ഞാനാ? ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ നോക്കി. റിസപ്ഷനിൽ ഫുൾ ടൈം സീതാവന്റെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങളാണ്. നിർത്ത്, നീ ഉറങ്ങിക്കോ, ഞാൻ നോക്കിക്കോളാം. എന്തു പറ്റി? എനിക്കെന്തോ എല്ലാം ശരിയാവുമെന്ന് തോന്നുന്നു. അതെന്തോ? അല്ല, ചന്ദ്രു സീത പറയുന്ന എല്ലാം കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ കല്യാണം കഴിക്കും. എടാ ചന്ദ്രു, ഞാൻ പറഞ്ഞതല്ലോ ഓർമ്മയുണ്ടല്ലോ? ഞാൻ പറഞ്ഞ നീ കേൾക്കോ ഇല്ലയോ? നീ പറഞ്ഞ ഞാൻ ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ നീ ചാടും. പക്ഷെ തല്ലടാ, എനിക്ക് ഒരു പരിചയമില്ലാത്ത പെണ്ണിന്റെ കഴുത്തിൽ ഞാൻ എങ്ങനെയാടാ താലി കിട്ടുന്നത്? നീ എന്റെ കാര്യം വിട്. പാവലടാ കുട്ടി. നീ അവളുടെ ജീവിതത്തെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? നിനക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. നമ്മൾ സ്കൂളിൽ പഠിച്ച സമയത്ത്
നമ്മുടെ കൂടെ പഠിച്ചൊരു തങ്കമണിയില്ലേ? എനിക്ക് അവളെ മറക്കാൻ പറ്റുന്നില്ലടാ. അങ്ങോട്ട് ചെല്ല. വാ. എന്താണോ അവൻ പറയുന്നത്? അവന് കല്യാണം കഴിക്കാൻ പറ്റില്ല. അതെന്താ? നീ എന്ത് പറഞ്ഞാലും അവൻ കേക്കില്ലേ? പറഞ്ഞു നോക്കിയടാ. പക്ഷെ ആരാണെന്ന് പോലും അറിയാത്തൊരു പെണ്ണിനെ എങ്ങനെയാ കല്യാണം കഴിക്കുന്നതെന്ന് അവൻ ചോദിക്കുന്നത്. ന്യായമല്ലേ? എന്ത് ന്യായമാടാ? അത് മാത്രമല്ല, അവൻ ആ പഴയ തങ്കമണി മറന്നിട്ടില്ല. ഏത് തങ്കമണി? എടാ, അവൻ പ്രേമിച്ചൊരു പെണ്ണില്ലേ, നമ്മൾ 8th പഠിക്കുമ്പോ 7th പഠിച്ച ആ തങ്കമണി. എടാ, ഞാൻ പറഞ്ഞല്ലേ, ഈ പ്രേമെന്ന് വെച്ചാലേ ആണിന്റെ മനസ്സിലടിച്ച ആണി പോലെ. എന്താടാ? അവൻ നിധിയുടെ കഴുത്തിൽ താലി കെട്ടില്ലെന്ന്. അതെന്താ? അവൻ സ്കൂളിൽ പഠിച്ചോണ്ടിരുന്നപ്പോ പ്രേമിച്ച തങ്കമണിയില്ലേ, അവളിതൊരു മറന്നിട്ടില്ലെന്ന്. പിന്നെ എന്തിനാണ് ഇവൻ നിധിയെ പ്രേമിച്ചത്? എടാ, തങ്കമണിയെ കുറിച്ച് പറഞ്ഞത് അവൻ മറന്നിട്ടുണ്ടാവും. ഒരു വട്ടം കൂടെ പോയി ഒന്ന് ട്രൈ ഇടാ. ഞാൻ ഇപ്പൊ തന്നെ 2 വട്ടം പറഞ്ഞു. അവൻ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. പാവം, എന്നെ വിശ്വസിച്ചാണോ ഇരിക്കുന്നത്? കഷ്ടമുണ്ട്. സീതേ, എടാ പ്ലീസ് ഡാ, ഒരു വട്ടം കൂടെ ട്രൈ ചെയ്ത് നോക്കടാ. എടാ സീതേ, നീ ഒന്നുകൂടെ ട്രൈ ചെയ്യടാ പ്ലീസ്. ചെല്ല്. ഞാൻ പറഞ്ഞ നീ കേൾക്കൂല്ലേ? നീ പറഞ്ഞ ഞാൻ ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടോടാ. നീ അവളെ കല്യാണം കഴിക്കും. പക്ഷെ ആരാണെന്നറിയാത്ത പെണ്ണിന്റെ കഴുത്തില് ഞാൻ എങ്ങനെയാണ് താലി കെട്ടുന്നത്? നീ എന്റെ കാര്യം വിട്. പാവല്ലടാ പെണ്ണ്. നീ അവളെ ജീവിതത്തെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? അവളെ അറിഞ്ഞുകൊണ്ട് ചതിക്കലടാ നമ്മള്. മുഹൂർത്തത്തിന് നേരമായി. എടാ സീത, താലി കൊണ്ടുവരുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും അവനെ പറഞ്ഞ് സമ്മതിപ്പിക്കടാ. ആരാണെന്ന് പോലും അറിയാത്തൊരു പെണ്ണിന്റെ കഴുത്തിൽ അവൻ താലി കെട്ടില്ല, അത് ഉറപ്പാ. എനിക്കവനെ അറിയാം, അവൻ കെട്ടില്ല. എടാ, നീ ഒരു പ്രാവശ്യം കൂടെ ട്രൈ ചെയ്യ്. ലാസ്റ്റ് ടൈം. ചെല്ല് പ്ലീസ് ഡാ. ഞാൻ പറഞ്ഞ നീ കേൾക്കൂല്ലയോ? എടാ, എന്നെ ഒന്ന് വിശ്വസിക്കണം. നീ അവളുടെ അടുത്ത് താലി കെട്ടും. ഇത് വാങ്ങിക്കേ. എന്റെ സ്ഥാനത്ത് നീയായിരുന്നെങ്കിൽ നീ ഇത് ചെയ്യൂ? നീ പറഞ്ഞ എന്തും ചെയ്യൂടാ. മുഹൂർത്തം കഴിയും. താലി കെട്ടെ. നടക്കില്ല അപ്പച്ച. എന്താ മോനെ? എല്ലാം കൈവിട്ടു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പറയാ. എന്താ പ്രശ്നം?
പറഞ്ഞ ബിൽഡിങ്ങിന് മുകളിൽ ചാടുക മാത്രമല്ല, ഒരു പരിചയമില്ലാത്ത പെണ്ണിന്റെ കഴുത്തിൽ ഞാൻ തലയിട്ടു. അതല്ലടാ തങ്കമണി, അവളോട് ഞാൻ എന്ത് പറയും? താങ്ക് യു. ചന്ദ്ര അവിടെ ഛർദിക്കുന്നു. എന്തു പറ്റിയോ എന്തോ, ഭക്ഷണത്തിന് എന്തെങ്കിലും ആയിരിക്കും. എന്ത് പറ്റി പോണേ? ഒന്നുമില്ല അങ്കിൾ, ഫുഡ് പോയ്സൺ ആണെന്ന് തോന്നുന്നു. ഡോക്ടറെ അടുത്ത് പോയാലോ? എന്തു പറ്റി? എന്താ പ്രശ്നം? അതെ, നേരത്തെ വരണമെന്ന് വിചാരിച്ചതാ. ഫുഡൊന്നും അത്ര ശരിയല്ല. എന്റെ വയറിനും പ്രോബ്ലം. ആരാ കേറ്ററിംഗിന്റെ ആൾക്കാരെ? വിളിക്കാവന്മാരെ. അതിന്റെ പേരിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. എല്ലാം നന്നായിട്ട് വന്നില്ലേ, പിന്നെ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നേ? ചന്ദ്രുവിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാ. കുറച്ച് കഴിയുമ്പോ എല്ലാം ശരിയാവും. ശരി, എന്നാ ഞാൻ കൊണ്ടുപോയിട്ട് വരാം. വേണ്ട അങ്കിൾ, ഞങ്ങൾ കൊണ്ടുപോകോളാം. അതെ, അവര് മാനേജ് ചെയ്തോളും. നിങ്ങൾ ഇറങ്ങിക്കോ. ഞാനും വരാം. വേണ്ട, നീ ഇവിടെ ഇരിക്കെ, അവര് പോയിട്ട് വരട്ടെ. ഉറക്ക ഗുളിക കൊടുത്തിട്ടുണ്ട്, നന്നായിട്ടൊന്ന് ഉറങ്ങട്ടെ. ഉറക്ക ഗുളിക കൊടുക്കാമോ ഡോക്ടർ? അതിനെന്താ, കൊടുക്കാലോ. തനിക്ക് നല്ല ക്ഷീണമുണ്ട്. യു ടേക്ക് റെസ്റ്റ്. എന്തു പറ്റി? ഇവിടെയാണ് വീട്ടിലോ? അല്ല, അതിന് നിങ്ങളെന്തിനാ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നേ? നിധിയൊന്നും അറിഞ്ഞില്ലല്ലോ അല്ലേ? ഒന്നും അറിയിക്കണ്ട, പാവം പേടിച്ചു പോകും. യോ, നാളെ എന്റെ റിസപ്ഷൻ. നിങ്ങൾക്കൊക്കെ ബുദ്ധിയില്ലേ? ഞാനെന്തിനാ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നേ? സമയത്തായി 7 മണിയോ? അപ്പൊ രാത്രി മുഴുവൻ ഞാൻ ഹോസ്പിറ്റലായിരുന്നു. അപ്പൊ എന്റെ വീട്ടിലൊക്കെ നിങ്ങൾ എന്താ പറഞ്ഞേ? എടാ പറയണ, എന്താ പറഞ്ഞേ? അപ്പച്ച, ഓർമ്മ തിരിച്ചു കിട്ടി അപ്പച്ച. മുഴുവൻ ശരിയായി അപ്പച്ച. നിങ്ങൾക്കൊക്കെ എന്തു പറ്റി? എടാ ലേറ്റ് ആക്കല്ലേ, നമുക്ക് പോണ്ടേ? എവിടെയാടാ പോകുന്നത്? വീട്ടിലേക്ക്. പോയിട്ട് എടാ നാളെ റിസപ്ഷൻ ആടാ. എടാ റിസപ്ഷൻ ഒക്കെ കഴിഞ്ഞടാ. എടാ നിന്റെ കല്യാണം കഴിഞ്ഞടാ. കല്യാണം കഴിഞ്ഞു? അതേടാ, നിന്റെ കല്യാണം കഴിഞ്ഞടാ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? നീ അതൊന്ന് നോക്കിയേ. ഞാനറിയാതെ എന്റെ കല്യാണം കഴിഞ്ഞു. അതെങ്ങനെയാടാ? എന്റെ വീട്ടുകാരും അറിഞ്ഞില്ലേ? അവരൊക്കെ ഇത്ര മുണ്ടന്മാരാണോ? എന്റെ ലൈഫിൽ എന്തൊക്കെയാ നടക്കുന്നത്? എല്ലാം പറഞ്ഞു തരാം, നീ വാ. ഈ അടിയനാരെ കല്യാണത്തിന് വിളിച്ചേ? എത്ര തെറി വിളിച്ചാലും കേറി വന്നോളും. ശാപം. ഇതില് നിധിയേക്കാൾ നല്ല രസമുണ്ടല്ലേ? നോക്കടാ, നന്നായിട്ടുണ്ട്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആൾക്കാരാണ് യഥാർത്ഥത്തിലുള്ള
ചന്ദ്രു, മണി, സീത, അപ്പച്ചൻ. ചന്ദ്രുവിന്റെ യഥാർത്ഥ പേര് പ്രേം. പ്രേമിന്റെ കല്യാണം കഴിഞ്ഞിട്ടിപ്പോ 6 വർഷം കഴിഞ്ഞിരിക്കുന്നു. അവർക്കൊരു മകളുണ്ട്, പേര് ധന. പ്രേം ഇപ്പൊ സിനിമയിൽ തിരക്കേറിയ ക്യാമറമാനാണ്. ഈ സംഭവം കാരണം അപ്പൊ ഏറ്റവും കൂടുതൽ ഭയന്നതും പിന്നീട് ഓർത്തോർത്ത് ചിരിച്ചതും ഒരാളാണ്, സീത എന്ന സരസ്. സരസിന്റെ ലക്ഷ്മിയുടെയും കല്യാണം കഴിഞ്ഞു. ഇവരിപ്പോ മുംബൈയിൽ സെറ്റിൽ ആയിരിക്കുവാണ്. അപ്പച്ചൻ എന്ന ബക്സ് ആളിപ്പോ ക്രിക്കറ്റ് കളിയൊക്കെ നിർത്തി നല്ലൊരു കഥയൊക്കെ എഴുതിയിട്ട് സംവിധായകനാകാനുള്ള ഒരുക്കത്തിലാണ്. പ്രേമിന്റെ മെഡൽ ഓബ്ലോങ്ങേറ്റിൽ അടികിട്ടിയതുകൊണ്ട് ഒരു ഗുണമുണ്ടായി. മണികണ്ഠൻ എന്ന ബാലാജിക്ക് ഒരു കഥയും സുരേഷ് നായർക്ക് ഒരു സിനിമയും കിട്ടി. ആ കഥയാണ് നമ്മളിപ്പോ സിനിമാ രൂപത്തിൽ കണ്ടത്, മെഡുല ഒബ്ലോങ്ങേറ്റ. Maria, Maria, ni Maria, adi ni Maria. Stop. Adu. Mata de, kannadasa sonna madre. அது மாதாதே கண்ணதாச சொன்ன மாதிரி கல்ல மண்ணு ஒரு பண்ணு வந்தா கல்லு நீ பந்து நான் பார்த்து சேர்ந்தாட்ட வர்றியா 1 2 நீ ஆட்டி வந்தா 6 அடியா தண்ணி பார்த்தா இப்ப தொண்ணி பண்ணி ஆட்டி அசந்தா அடிவாடி சாங் பாடி கொல்லாம நீ விடாடி ஐயோ மரியா புசமல இங்க மரியா Mariani Varia Pus Maria. Pus Maria, pakai pusamala inga Maria. Pus Maria, kita pusamala pus Maria. Mata de, kannadasa sonna madre. Adi mata de, kannadasa sonna madri. கல்ல மண்ணு ஒரு பண்ண வந்தா கல்லு நீ பந்து நான் பார்த்து சேர்ந்தாட்ட வர்றியா 1 2 நீ ஆட்டி வந்தா 6 அடியா தண்ணி பார்த்தா இப்ப தொண்ணி பண்ணி ஆட்டி அசந்தா அடிவாடி சாங் பாடி கொல்லாம நீ விடாடி மரியா புசமல இங்க மரியா புஸ் மரியா புசமல புஸ் மரியா Mariani Varia. Pus Maria.